പുരാവസ്ത്രം, ഇതര സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ ഗവേഷണാധിഷ്ഠിതമായ പ്രതിബദ്ധത നിലനിർത്തുന്ന സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ. വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണ ധനത്തോടുകൂടി സ്ഥാപനമാണ് KCHR. സ്ഥാപനത്തിന്റെ പ്രധാന ലൈബ്രറി തിരുവനന്തപുരത്തുള്ള വൈലോപ്പിള്ളി സംസ്കൃതി സ്ഥിതി. പ്രളയം, ചരിത്രരേഖകളും ഓർമ്മകളും, കേരളാസ് പാസ്റ്റ്, പട്ടണം പുരാവസ്തു ഗവേഷണം, കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ഓഫ് കേരള, ചരിത്രാന്വേഷണ യാത്രകൾ, കുടുംബചരിത്രം, ജീവചരിത്രം, പ്രാദേശിക ചരിത്രം എന്നിവ ഉൾപ്പെടുന്ന ആർക്കൈവ് രൂപീകരണം, വാമൊഴി ചരിത്ര പദ്ധതികൾ, പഞ്ചായത്ത് വിജ്ഞാനീയം തുടങ്ങി ഉന്നത അക്കാദമിക നിലവാരം പുലർത്തുന്ന വിവിധ ഗവേഷണ പദ്ധതികളോടൊപ്പം സാമൂഹ്യശാസ്ത്രങ്ങളുള്ള വ്യത്യസ്ത സെമിനാറുകളും ശില്പശാലകളും KCHRന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നു. KCHRന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് കേരള സമൂഹത്തിന്റെ പരിണാമം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രഭാഷണ പരമ്പര. സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലത്തിലെ വിദ്യാർത്ഥികളെ മുന്നിൽ ഓൺലൈൻ കേരള ചരിത്ര സംബന്ധിയായ സമഗ്രവും വിമർശനാത്മകവുമായ അറിവ് വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതായിരിക്കും ഈ പരമ്പര. കേരള രചനയും വർത്തമാനകാലം ചരിത്ര രചന ഭാഷയും എന്ന പഠനത്തിന് ശാസ്ത്രമുണ്ട്. ചരിത്ര കൗൺസിലിന്റെ ഔദ്യോഗിക അഭിപ്രായമല്ല, അവകാശം പ്രഭാഷകന്റേത് മാത്രമാണ്. സംവാദങ്ങളിലൂടെ നയം. നമസ്കാരം. കേരള സമൂഹത്തിന്റെ പരിണാമം എന്ന പ്രഭാഷണ പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാഷണം നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിരുന്ന പ്രൊഫസർ അജിത് കുമാറാണ്. KCHRന് വേണ്ടി അദ്ദേഹം നടത്തുന്ന 3ാമത്തെ ഓൺലൈൻ പ്രഭാഷണമാണിത്. ഇന്നത്തെ വിഷയം കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ എന്നതാണ്. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രൊഫസർ അജിത് കുമാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. കാണാമെന്ന് വിശ്വസിക്കുന്നു. സ്ലൈഡ്സ് കാണാമോ? സ്ലൈഡ്സ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട് സാർ. ഓക്കെ, റൈറ്റ്. ഇന്നത്തെ ടോക്കിന്റെ വിഷയം റോക്ക് ആർട്ട് ഓഫ് കേരള അഥവാ കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ എന്നാണ്. ഗുഹ എന്ന് പറയുമ്പോൾ മണ്ണിന്റെ അടിയിലോ പാറക്കെട്ടുകളിലോ നാച്ചുറൽ ആയിട്ടുള്ള ഇറോഷൻസ് കാരണം, അത് വെള്ളം കൊണ്ടാവാം അല്ലെങ്കിൽ കാറ്റ് കൊണ്ടാവാം, അങ്ങനത്തെ ഫാക്ടേഴ്സിന്റെ ഇറോഷൻ. ഒന്ന് പറഞ്ഞോട്ടെ, സ്ലൈഡ് ഡിവൈഡ് ചെയ്താണ് കാണുന്നത്, രണ്ടെണ്ണം, ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കാണുന്നുണ്ട്. ഹലോ സർ, സർ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാവോ? കാണുന്നു. ഇപ്പൊ ശരിയായോ?
ഇല്ല സർ, ഡിവൈഡ് ചെയ്താ കാണുന്നത്, ഫുൾ സ്ക്രീൻ കാണുന്നില്ല. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാവോ സ്ക്രീനിന്റെ? സ്ക്രീനിലോ? കുഴപ്പമില്ല സർ, ഈ ഒരു രീതിയിലാണെങ്കിലും കാണുന്നുണ്ട്. അതല്ല സ്ലൈഡ് ഷോ പോവുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്താ കാണുന്നത്. Now it is okay, സാർ തുടങ്ങിക്കൊള്ളാം. നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പരിഹരിക്കാം. ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല സർ, അത് ക്ലോസ് ആയി. ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യണം. സാർ ഇപ്പൊ PPT അല്ല, സാറിന്റെ സ്ലൈഡ്, സാറിന്റെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ആണ് കാണുന്നത്. അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് PPT ആണ് പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട് സർ. സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ, ഒന്നും കൂടെ പറയാം. ഇന്നത്തെ ടോപ്പിക് റോക്ക് ആർട്ട് ഇൻ കേരള, അല്ലെങ്കിൽ കേരളത്തിലെ ഗുഹാചിത്രങ്ങളാണ് ഇന്നത്തെ ടോപ്പിക് ഫോർ ഡിസ്കഷൻ. ഗുഹ എന്ന് പറയുമ്പോൾ മണ്ണിന്റെ അടിയിലോ പാറക്കെട്ടുകളിലോ നാച്ചുറൽ ആയിട്ടുള്ള ഇറോഷൻ പ്രോസസ്സോ, വെള്ളം കൊണ്ടോ വായു കൊണ്ടോ ഇറോഷൻസ് സംഭവിക്കുമ്പോൾ ആ സർഫസിൽ ഒരു പൊത്ത് അല്ലെങ്കിൽ ഒരു ഗുഹയായിട്ട് ഉള്ളൊരു ഫോർമേഷൻ ഉണ്ടാവും. അതിനാണ് ബേസിക്കലി ഒരു കേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഹ എന്ന് പറയുന്നത്. അപ്പം ഗുഹ എന്ന് പറയുന്ന ഒരു മീനിങ്ങിൽ നാച്ചുറൽ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള സ്റ്റാലക്കൈറ്റ്സും സ്റ്റാലക്മൈറ്റ്സും ഒക്കെയുള്ള ഫോർമേഷൻസ് ഉള്ള ഗുഹകൾ നമുക്ക് കാണാറുണ്ട്. ചിലപ്പം കടലിന്റെ അടിയിലും ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മെറൈൻ എന്താ പറയുക, ട്രാൻസ്ഗ്രഷനും ഒക്കെ വേലിയേറ്റവും കടലിൽ ചിലയിടത്ത് ഇറങ്ങിപ്പോയതും ചിലയിടത്ത് കയറി വന്നതും ഒക്കെ അതിന്റെ ഫലമായിട്ട് ചിലയിടത്തൊക്കെ കടലിന്റെ അടിയിലും ചിലപ്പം ഗുഹകൾ കാണാറുണ്ട്. അപ്പം ഗുഹകളുടെ വ്യത്യസ്തമായിട്ട് ടൈപ്പോളജി ഉണ്ട്. ചിലപ്പം കൂടുതലും കാണുന്നത് എന്താ പറയുക, സാൻഡ്സ്റ്റോൺ പോലത്തെ ഫോർമേഷൻസിലാണ് കൂടുതലായിട്ട്. നമുക്ക് ഈ സാൻഡ്സ്റ്റോൺ വളരെ ഉറപ്പുള്ള ഒരു സ്റ്റോൺ അല്ലാത്തതുകൊണ്ട് അതിന്റെ ഇറോഷൻസ് കുറച്ചുകൂടെ ഇറ്റ്സ് ഗവേൺഡ് ബൈ അതർ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, വിൻഡ്, വാട്ടർ, അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. ഗവേൺഡ് ആയതുകൊണ്ട് കൂടുതലും സാൻഡ്സ്റ്റോൺ ഫോർമേഷൻസിലാണ് ഈ ഗുഹകൾ പോലത്തെ സംഭവങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ കാൽക്കേരിയസ് ആയിട്ട് സ്റ്റാലക്കൈറ്റ്സും സ്റ്റാലക്മൈറ്റ്സും ഒക്കെ അടങ്ങിയതും നമുക്ക് ഗുഹകൾ കാണാവുന്നുണ്ട്. ഗ്രാനൈറ്റിക് ഫോർമേഷൻസിലൊക്കെ ചിലയിടത്തൊക്കെ റോക്കിന്റെ ഫോർമേഷനിൽ വരുന്ന ചില പാകപ്പിഴകളും ഉണ്ട്. ചില പൊത്തുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ചില ഗുഹ പോലത്തെ സംഭവങ്ങൾ കാണാറുണ്ട്. പക്ഷെ വളരെ ആഴമായിട്ടുള്ള ഗുഹകൾ വളരെ കുറവാണ്. അപ്പൊ ഗുഹാ ചിത്രങ്ങൾ എന്ന് പറയുന്ന പോലെ ചിലയിടത്തൊക്കെ ഈ ചിത്രങ്ങൾ ഗുഹയ്ക്കകത്തുനിന്ന് തന്നെ, ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഗുഹകളുടെ അകത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തൊക്കെ ഫ്രാൻസിലും യൂറോപ്പിലും ഒക്കെ കിട്ടിയ ചിത്രങ്ങള് ഇതുപോലത്തെ ഗുഹയ്ക്കകത്ത്, ചിലതൊക്കെ മണ്ണിന്റെ അടിയിലുള്ളതും വളരെ വലിയ ഗുഹകള് മണ്ണിന്റെ അടിയിലുള്ള ഗുഹകളിൽ നിന്നൊക്കെയാണ് നേരത്തെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അന്ന് കാലത്തോട്ട് ഈ റോക്ക് ആർട്ട് എന്ന് പറയുന്ന മലയാളത്തിൽ വളരെ പോപ്പുലർ ആയിട്ട് ഒരു യൂസേജ് ഗുഹാ ചിത്രങ്ങളിൽ ഉള്ളൊരു രീതിയിലാണ്. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും പലപ്പോഴും നമ്മൾ കാണുന്ന ഈ ചിത്രങ്ങള് ഗുഹയ്ക്കകത്ത് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം കല്ല് അടുക്കുകളുടെ ഇടയ്ക്ക്
രണ്ട് പാറക്കല്ലുകൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മേലെ നിന്ന് ഒരു കല്ല് വന്ന് വീഴുവോ അല്ലെങ്കിൽ വേറെ ഒരു കല്ല് ഇരിക്കുന്നത് പോലെ ഉണ്ടാവുമ്പോൾ അതിന്റെ അടിയിലുള്ള സ്ഥലത്തും നമുക്ക് ചിലപ്പോൾ ഇതുപോലത്തെ റോക്ക് ആർട്ട് കാണാവുന്നുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ട് ഇറോഷൻസ് കൊണ്ട് ഉണ്ടാവാത്ത ഗുഹകളിലകത്ത് നമുക്ക് ഇതുപോലത്തെ ചിത്രങ്ങൾ കാണാം. ഇപ്പം എടയ്ക്കൽ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന ഗുഹ എന്നാണ്, പക്ഷെ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗുഹ അല്ല. അത് രണ്ട് പാറക്കെട്ടിന്റെ ഇടയ്ക്ക് വേറെ മേലേന്ന് വന്ന് വീണ് ഒരു 3 കല്ലുകൾ ഇരിക്കുന്നതുകൊണ്ട് അത് അതിന്റെ ഈ താഴോട്ട് വരുന്ന ഒരു ലൈറ്റിനും വാട്ടറിനും ഒരു പ്രൊട്ടക്ഷനോട് കൂടി ഒരു ഷെൽട്ടർ പോലെയാണ് ഉണ്ടാകുന്നത്. അപ്പം ടെക്നിക്കലി നമ്മൾ ഗുഹ എന്ന് വിളിക്കുന്ന ഇടയ്ക്കല് ഗുഹയല്ല, അതൊരു ഷെൽട്ടർ ആണ്. അപ്പം ഈ ഷെൽട്ടറിനകത്ത് കാണുന്ന ചിത്രങ്ങളിൽ ഇങ്ങനത്തെ കല്ലിലും ഷെൽട്ടറിലും ഒക്കെ കാണുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഗുഹ ചിത്രങ്ങൾ പറയുന്നത്. ചിലപ്പം ഗുഹകളിലോ ഷെൽട്ടറുകളിലോ അല്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കല്ലിന്റെ മേലെയും നമുക്ക് ഈ ചിത്രങ്ങൾ കാണാവുന്നതാണ്. അപ്പം ഈ സാധാരണ ഒരു പെയിന്റിങ്സോ അല്ലെങ്കിൽ ഒരു ഗുഹാ ചിത്രങ്ങളും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗുഹാ ചിത്രങ്ങൾ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ചിത്രങ്ങള് കല്ലിന്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കപ്പെടുന്ന സംഭവമാണ്. അല്ലാതെ ഒരു പ്രിപ്പയർഡ് സർഫസ്, ഇപ്പൊ നമ്മൾ മ്യൂറൽ പെയിന്റിങ്സോ വാൾ പെയിന്റിങ്സോ ഒക്കെ അതിനൊരു സർഫസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ മേലെയായിരിക്കും നമ്മൾ ആ ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സർഫസ് ഉണ്ടാക്കിക്കൊണ്ടും അല്ല പലപ്പോഴും ഈ ചിത്രങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റോക്ക് ആർട്ട് എന്ന് തന്നെ വിളിക്കുന്നത്. റോക്കിന്റെ സർഫസിൽ, ഡയറക്റ്റ് റോക്കിന്റെ സർഫസിൽ തന്നെ പലതരങ്ങളിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ റോക്ക് ആർട്ട് എന്ന് പറയുന്നത്. അത് എല്ലാ റോക്ക് ആർട്ടും അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഗുഹയിലല്ലാതെയും ഷെൽട്ടറിനകത്തും ഓപ്പൺ റോക്ക് ഫോർമേഷൻസിലും നമുക്ക് റോക്ക് ആർട്ട് കാണാവുന്നതാണ്. അപ്പൊ റോക്ക് ആർട്ട് എന്ന് പറയുന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ വളരെ ഒരു ആർക്കിയോളജിസ്റ്റിനും ആർട്ട് ഹിസ്റ്റോറിയൻസിനും ഒക്കെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അപ്പം റോക്ക് ആർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്രിയേഷൻസ്, ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ഫോർമേഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഒരു ആദ്യത്തെ കലാസൃഷ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു റിമെയിൻ ആണ് റോക്ക് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് ആയിട്ട് റോക്ക് സർഫസിന്റെ മേലെയാണ് വരച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യന്റെ ആദ്യത്തെ ഒരു എന്താണ് ചിത്രരചനയുടെ അവശിഷ്ടങ്ങളാണ് നമ്മൾ റോക്ക് ആർട്ട് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാവുന്നത്. അപ്പം ഈ റോക്ക് ആർട്ട് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ റോക്ക് ആർട്ട് എന്ന് പറയുന്ന ഒരു കല 2 രീതിയിൽ നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഒന്ന്, അതിനെ നമ്മൾ പെട്രോഗ്ലിഫ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് പിക്ടോഗ്രാഫ്സ് എന്നാണ് പറയുന്നത്. പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത് എൻഗ്രേവിങ്സ് ആണ്. ഈ റോക്കിന്റെ സർഫസിന്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വേറെ ഒരു കല്ലോ വേറെ ഒരു ഇരുമ്പിന്റെ ഇംപ്ലിമെന്റോ വേറെ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റ് കൊണ്ട് ആ കല്ല് നമ്മൾ ചുരണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് മേലിട്ടോ ഉരച്ചിട്ടോ നിരന്തരമായിട്ട് ഉരച്ചിട്ടോ അങ്ങനെ ആ റോക്കിന്റെ സർഫസ് എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മളൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യുന്ന, കല്ലിൽ ഡയറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചിത്രത്തിനെയാണ് പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത്. റോക്കിൽ തന്നെ എൻഗ്രേവ്ഡ് ആയിട്ടോ ഗ്രൂവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എച്ചിങ്ങിൽ ത്രൂ നമ്മൾ ഒരു ഫിഗർ അതിനകത്ത് കാർവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ അതിനെ നമ്മൾ പെട്രോഗ്ലിഫ്സ് എന്ന് പറയും. അപ്പൊ അതൊരു റിഡക്റ്റീവ് പ്രോസസ് എന്ന് പറയും. നമ്മൾ അത് സർഫസ് എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മൾ ആ സർഫസിൽ ഒരു രൂപം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ റോക്ക് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത്. പിക്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് റോക്ക് പെയിന്റിങ്സ് ആണ്. പെയിന്റിങ്സ് എന്ന് പറയുന്നത് റോക്ക് സർഫസിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള റോക്ക് സർഫസിൽ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ചായങ്ങൾ അല്ലെങ്കിൽ കളേഴ്സ് ഉപയോഗിച്ച് ചില അഡ്ഹസീവ്സ്, മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ചില ഗംസ് അല്ലെങ്കിൽ ചിലപ്പോൾ തുപ്പല് തന്നെ ഉപയോഗിച്ചിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് കൈ കൊണ്ടും ബ്രഷ് കൊണ്ടും ഒക്കെ ഉള്ള രീതിയിൽ ആ ചിത്രങ്ങള് പെയിന്റ് ചെയ്ത് വെക്കുന്ന, ആ റോക്ക് സർഫസിന്റെ മേലെ പെയിന്റ് ചെയ്ത് വെക്കുന്നതാണ് പിക്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. അപ്പം 2 types, പെട്രോഗ്ലിഫ്സ് ആൻഡ് പിക്ടോഗ്രാഫ്സ്. ഇതല്ലാതെ ഒരു മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ആദ്യം പെട്രോഗ്ലിഫ്സ് ഉണ്ടാക്കി അതിന് പെയിന്റ് ചെയ്തു.
അപ്പൊ ഈ പ്രോസസ്സ് രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ളതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് സ്ഥിരീകരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ചിത്രത്തിന്റെ മേലെ പിൽക്കാലത്ത് വന്നവര് ഇത് പെയിന്റ് അടിച്ചതാണോ എന്ന് നമുക്ക് ചിലപ്പം നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ റയർ ആയിട്ട് ഈ രണ്ട് കോമ്പിനേഷൻസ് കാണാറുണ്ട്. പിക്ടോഗ്രാഫ്സിന്റെയും പെട്രോഗ്ലിഫ്സിന്റെയും കൂടെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ വളരെ റയർ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. എക്സ്ക്യൂസ് മീ സാർ, അജിത് സാർ പറഞ്ഞോട്ടെ. സാർ ഇപ്പോഴും ആദ്യത്തെ സ്ലൈഡ് തന്നെയാണ് കാണുന്നത് കേട്ടോ. സാർ സ്ലൈഡ് മാറ്റിയോന്ന് അറിയില്ല. ഇവിടെ ഡിസ്പ്ലേയിൽ ഇപ്പോഴും ഫസ്റ്റ് സ്ലൈഡ് ഷോ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴോ സെക്കൻഡ് വന്നോ? വന്നിട്ടുണ്ട്. ഇപ്പൊ വരുന്നുണ്ടോ? തേർഡ് വന്നോ? വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ പെട്രോഗ്ലിഫ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്ക് സർഫസ് സ്ക്രാച്ചിങ്, സ്ക്രേപ്പിംഗ്, എൻഗ്രേവിംഗ്, ബ്രൂസിംഗ്, പെക്കിംഗ് ഇങ്ങനത്തെ ചില ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് റോക്ക് സർഫസിനെ എടുത്തു കളയുന്ന ഒരു പ്രക്രിയയാണ് പെട്രോഗ്ലിഫ്സിന്റെ ക്രിയേഷനകത്ത് ഉണ്ടാവുന്നത്. പിക്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് പെയിന്റിങ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. റോക്ക് സർഫസിന്റെ മേലെ വിരലുകൾ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ബ്രഷ് ഉപയോഗിച്ചോ നാച്ചുറൽ ആയിട്ടുള്ള കളർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചില ആ പിഗ്മെന്റ്സിനെ ചില ഓർഗാനിക് അഡ്ഹസീവ്സ് അല്ലെങ്കിൽ ഗം പോലത്തെ സംഭവങ്ങൾ ഉപയോഗിച്ച് ചിലപ്പം അത് ചെടികളിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. ചിലയിടത്തൊക്കെ ഹ്യൂമൻ സ്പിറ്റ് തന്നെ അത് കലർത്താനായിട്ട് ഉപയോഗിച്ചു എന്നുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള കളറിങ് ഏജൻസിനെ അതിനെ ഒരു പെയിന്റ് പോലെ ആക്കിയിട്ട് ആ റോക്ക് സർഫസിൽ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് പിക്ടോഗ്രാഫ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. പലയിടത്തും വേൾഡ് ഓവർ പലയിടത്തും ഈ റോക്ക് ആർട്ടിനെ എഴുത്തെന്നുള്ള രീതിയിലും പറയാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എഴുത്ത് പാറാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ചില റോക്ക് ഷെൽട്ടേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഒഡീസയിലൊക്കെ ഇതിനെ ലേഖാമോഡി എന്നാണ് വിളിക്കുന്നത്. ലേഖ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ ലേഖാമോഡി എന്നുള്ള രീതിയിലും നമുക്ക് ഇത് വിളിക്കപ്പെടുന്നുണ്ട്. പലയിടത്തും ഇതൊരു പഴയകാലത്തെ സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ചിലര് വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എഴുത്ത് പാറ ഇങ്ങനത്തെ ഈ പാറകൾ ഇങ്ങനത്തെ ചിത്രങ്ങൾ കാണുന്ന പാറകൾക്ക് എഴുത്ത് പാറ എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഗീതമുണ്ടോ അല്ലെങ്കിൽ is it a language depicted pictographically also is something which people sometimes think, but അതിനകത്ത് ചിലയിടത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോൾ ഇത് ഒരു സൈൻ ബോർഡ് പോലത്തെ രീതിയിലാണോ ഈ ചിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതും തോന്നുന്ന രീതിയിലുള്ള റോക്ക് ആർട്ടുകൾ ഉണ്ട്. The earliest reference to existence of rock art, ആദ്യമായിട്ട് റോക്ക് ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചൈനീസ് ഫിലോസഫർ ഹാംഫി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഒരു 3rd century BC ആണ്. ആ 3rd century BC എഴുതിയ വർക്കിനകത്ത് ഹാൻഫീസി എന്ന് പറഞ്ഞ ഒരു വർക്കിനകത്ത് അദ്ദേഹം ഈ റോക്ക് ആർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് ജോഗ്രഫർ ആയിരുന്ന സു ജിൻസു എന്ന ഒരു വ്യക്തി ഒരു 4th 5th century ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വർക്ക് ഷു സിങ് എന്ന് പറഞ്ഞ ഒരു വർക്കിനകത്തും റോക്ക് ആർട്ട് അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങളുടെ പരാമർശം ഉണ്ട്. അപ്പൊ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു 2 വിഭാഗങ്ങളുണ്ട് റോക്ക് ആർട്ടിൽ തന്നെ എന്നുള്ളത് രേഖപ്പെടുത്തുന്നത്. അതിനെ അദ്ദേഹം പെയിന്റിങ്ങും എൻഗ്രേവിങ്ങുമായിട്ട് ഉള്ള രീതിയിൽ തന്നെ ആദ്യത്തെ റെഫറൻസ് നമുക്ക് ഇത് പെയിന്റിങ്ങും എൻഗ്രേവിങ്ങും എന്നുള്ള രീതിയിൽ ഗുഹാചിത്രങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ വർക്ക് ഒരു 4th century ക്രിസ്ത്യൻ ഏരിയയിലുള്ള ഒരു വർക്കിനകത്താണ് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. യൂറോപ്പിലും റോക്ക് ആർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഫോർഫ്രണ്ടിൽ വരുന്നത്. അത് ആൾട്ടമീര, സ്പെയിനിലെ ആൾട്ടമീര എന്ന് പറഞ്ഞ ഗുഹയില് ആദ്യമായിട്ട് കണ്ടെത്തിയ റോക്ക് പെയിന്റിങ്സിന്റെ ഒരു പഠനത്തിന്റെ ഫലസ്വരൂപമായിട്ടാണ് ഇത് യൂറോപ്പിൽ പലയിടത്തും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും തുടങ്ങിയത്. ഇതുപോലെ തന്നെ സ്പെയിനിന് ശേഷം
1894 ഫ്രാൻസിലും ഒരു ഗുഹ കണ്ടെത്തിയായിരുന്നു. അവിടെയും റോക്ക് ആർട്ട് സ്ഥിരീകരിക്കുകയുണ്ടായി. ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദ 19th century. ഇന്ത്യയില് റോക്ക് ആർട്ട് സ്റ്റഡീസ് ഇതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ നടന്ന എന്താ പറയുന്ന ഒരു റിസർച്ച് ഓറിയന്റേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന യൂറോപ്യൻസും ഇതുപോലത്തെ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ റോക്ക് ആർട്ടിനെ കുറിച്ചുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവര് ഇതുപോലത്തെ ഉള്ള ഗവേഷണങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ കാർലൈ എന്ന് പറഞ്ഞ് ആർച്ചിബാൾഡ് കാർലൈ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായിട്ട് 1856 ഏതാണ്ട് സ്പെയിനില് റോക്ക് ആർട്ട് ആദ്യമായിട്ട് കണ്ടെത്തി അതിനെപ്പറ്റി വലിയ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയില് അൽമോറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കാർലൈ ഇതുപോലത്തെ റോക്ക് ആർട്ട് കണ്ടെത്തിയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 1867-68 സോഹിൽ ഘാട്ട് എന്ന് പറഞ്ഞ് ഖൈമൂർ റീജിയനില് ഇന്നത്തെ ഈസ്റ്റേൺ UP വെസ്റ്റേൺ ബീഹാർ എന്ന് പറയുന്ന ഹിൽ റേഞ്ചസിനകത്ത് മിർസാപൂറിന്റെ അടുത്തും ഇതുപോലെ അദ്ദേഹം തന്നെ റോക്ക് ആർട്ട് കണ്ടെത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ലൊരു ലേഖനം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ആ ലേഖനം അദ്ദേഹം പബ്ലിഷ് ചെയ്തില്ല. അത് പബ്ലിഷ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ്റെ കൊടുത്തിരുന്നു. അത് V.A. സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയന്റെ കയ്യിൽ അത് എത്തിയും പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ നാൾ വെച്ചതിന് ശേഷം അത് അദ്ദേഹം തന്നെ 1901 ആദ്യമായിട്ട് അത് പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ ഡിസ്കവറി ഈ സ്പെയിനിലെ ഡിസ്കവറിയെക്കാട്ടി ഏർലിയർ ആയിരുന്നു എന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെ 1883 ജോൺ കോക്ബേൺ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഖൈമൂർ ഏരിയയിലെ തന്നെ റോക്ക് പെയിന്റിങ്സ് പഠിക്കുകയും ആ റോക്ക് പെയിന്റിങ്സിന് അല്ലെങ്കിൽ ആ ഗുഹാചിത്രങ്ങൾക്ക് ഒരു പ്രീ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ചരിത്രാതീത കാലത്തിലേക്ക് അത് പോകുമെന്നുള്ള ആദ്യത്തെ നിർണയം ജോൺ കോക്ബേൺ ആണ് കൊണ്ടുവരുന്നത്. ജോൺ കോക്ബേണിന്റെ അങ്ങനത്തെ ഒരു പ്രീ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ചരിത്രാതീത കാലത്തിലേക്ക് ഈ പെയിന്റിങ്സ് ഡേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ പോകും എന്നുള്ള ഒരു നിർണയം അദ്ദേഹം അവിടുത്തെ ചിത്രങ്ങളിൽ കണ്ടിരുന്ന ചില മൃഗങ്ങളെ ആസ്പദമായിട്ടായിരുന്നു അദ്ദേഹം അത് പറയേണ്ടത്. അവിടെ പെയിന്റിങ്ങില് റൈനോസറസ് പോലത്തെ ചില ആനിമൽസിനെ അവിടുത്തെ ഗുഹാചിത്രങ്ങളിൽ കണ്ടു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് അവിടെ റൈനോസറസ് ആ ഏരിയയിലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് കണ്ട ചില ആനിമൽസിനെ ഇന്ന് അവിടെ നിലവിൽ ആ ഏരിയയിൽ കാണാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലേക്ക് പോകുമെന്നുള്ളൊരു നിർണയത്തിൽ എത്തിയത്. സൗത്ത് ഇന്ത്യയില് ഫസറ്റ് ആണ് 1891 ആദ്യമായിട്ട് പെട്രോഗ്ലിഫ്സ് അല്ലെങ്കിൽ ബ്രൂസിങ്സ് പോലെ സംഭവം കുപ്പകൽ ബല്ലേരി ഇന്നത്തെ നോർത്ത് കർണാടക ഏരിയയിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഇദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് കേരളത്തിലെ എടക്കൽ എന്ന് പറഞ്ഞിടത്ത് ഗുഹാചിത്രങ്ങൾ കണ്ടെത്തുന്നത് 1894. ഇതേ ഒരു കേരളത്തിലെ ഈ 1894 കണ്ടെത്തല് എടക്കലിലെ ഗുഹാചിത്രങ്ങളുടെ കണ്ടെത്തല് സബ്സിക്വന്റ് ആയിട്ട് ഫെസറ്റ് ഇന്ത്യൻ ആന്റിക്വറിയിൽ പബ്ലിഷ് ചെയ്യും. ആ കാലഘട്ടത്തില് അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളിൽ വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ട് അദ്ദേഹം ആ മോട്ടീവ്സിനെ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് സൊസൈറ്റിയായിട്ട് അന്നത്തെ ട്രൈബൽ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാനും അതിന്റെ ഒരു മീനിങ് കണ്ടെത്താനുള്ള ഒരു ശ്രമം അദ്ദേഹം ആ ആർട്ടിക്കിളിൽ നടത്തുകയുണ്ടായി. ഫെസറ്റ് ആദ്യമായിട്ട് ഇന്ത്യൻ ആന്റിക്വറിയിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിൽ നടത്തുകയുണ്ടായി. ആൻഡ് അതും ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു 100 വർഷം പഴക്കമുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും വളരെ വളരെ ഇൻഡെപ്ത് ആയിട്ട് അദ്ദേഹം അവിടുത്തെ എടക്കൽ ഗുഹകളിലെ ചിത്രങ്ങളെ വ്യാഖ്യാനിക്കുകയും അതിനെക്കുറിച്ച് സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പബ്ലിക്കേഷൻസ് കൊണ്ടുവന്നു. അത് ഇന്നും വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള ഒരു വർക്കായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ പിന്നെ ഒരു വ്യാപകമായിട്ടുള്ള ഡിസ്കവറീസ് വരുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. ഈ 1957 V.S. വാക്കൻകർ ഭീംബേഡ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് റോക്ക് ഷെൽട്ടേഴ്സ് കണ്ടെത്തുകയും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം അത് ആക്സിഡന്റൽ ആയിട്ട് ട്രെയിനിൽ പോകുമ്പോൾ ഗുഹകൾ പോലത്തെ ഫോർമേഷൻസ് സാൻഡ്സ്റ്റോൺ ഹിൽസിൽ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് അത് ഒരു ഗുഹകളാണ് എന്ന് ഒരു അവബോധം ഉണ്ടായി. അദ്ദേഹം
അത് ആക്ച്വലി ഫിസിക്കലി അവിടെ പോയി സന്ദർശിച്ച ശേഷമാണ് അങ്ങേർക്ക് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. അത് അവിടെ ഒരു വളരെ വ്യാപകമായിട്ട് ഗുഹാചിത്രങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ഇന്ത്യയില് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഏക റോക്ക് ആർട്ട് സൈറ്റ് ഈ ഭീംബേട്ക എന്ന് പറയുന്ന സൈറ്റാണ്. ഇന്ന് ഇന്ത്യയിൽ ഒട്ടുകം ഒരു 700ഓളം റോക്ക് ആർട്ട് സൈറ്റ്സിന്റെ മേലെ നമുക്ക് അറിയാവുന്നതാണ്. അത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് ലേ ലഡാക്ക് റീജിയൻ തൊട്ട് കേരളത്തിന്റെ സദേൺ ഭാഗത്ത് കേരളത്തിലും തമിഴ്നാടിന്റെ കന്യാകുമാരി ഡിസ്ട്രിക്ട് വരെയും പലയിടത്തുനിന്ന് നമുക്ക് റോക്ക് ആർട്ടിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും കിട്ടുന്നുണ്ട്. റോക്ക് ആർട്ടിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രാതീത കാലം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് തൊട്ട് മെഡീവൽ പീരീഡ് വരെയുള്ള റോക്ക് ആർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മെഡീവൽ പീരീഡിലെ റോക്ക് ആർട്ട് രാജസ്ഥാൻ പോലത്തെ സ്ഥലത്തും മധ്യപ്രദേശിലെ പല സ്ഥലത്തും നമുക്ക് മെഡീവൽ പീരീഡ് വരെയുള്ള റോക്ക് ആർട്ട്, ഈവൻ കർണാടകയിലെ നോർത്ത് കർണാടകയിലെ മെഡീവൽ പീരീഡിൽ വരെയുള്ള റോക്ക് ആർട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലും ഉണ്ട് വളരെ ലേറ്റ് ആയിട്ടുള്ള റോക്ക് ആർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏക വേൾഡ് ഹെറിറ്റേജ് റോക്ക് ആർട്ട് സൈറ്റ് ഭീംബേട്കയാണ്. ഈ റോക്ക് ആർട്ട് പഠിച്ചുകൊണ്ട് എന്താണ് ആക്ച്വലി ആർക്കിയോളജിസ്റ്റിന് ഉപയോഗം അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപയോഗം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. റോക്ക് ആർട്ട് ഇസ് എ ടാഞ്ചിബിൾ വെസ്റ്റേജ് ഓഫ് ഇൻടാഞ്ചിബിൾ ബിലീഫ്സ് ഹാപ്പൻഡ് ഇൻ ദ സൈറ്റ്. നമ്മൾ ഇന്ന് റോക്ക് ആർട്ട് എന്ന് പറഞ്ഞ് ഒരു കല എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു. നമ്മൾ അതിനെ എങ്ങനെ ഔട്ട്ലൈൻ വരച്ചു അല്ലെങ്കിൽ അതിനകത്ത് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആർട്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ ഈ കലകളുടെ പിറകിൽ ഉണ്ടായിരുന്ന കുറെ ഇൻടാഞ്ചിബിൾ ബിലീഫ്സ് അടങ്ങിയിട്ട്, ബിലീഫ് ഇൻടാഞ്ചിബിൾ പറഞ്ഞാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത കുറെ വിശ്വാസങ്ങൾ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ റോക്ക് ആർട്ട് എന്ന് പറയുന്നത്. റോക്ക് ആർട്ട് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള റിമീൻ ആണ്. നമുക്ക് ഇന്ന് തൊട്ട് നോക്കാം, നമുക്ക് കാണാം, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നത് അത് ആർട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അത് സിലോട്ടിയാണോ ഔട്ട്ലൈൻ ആണോ, അതിന് ആ ചിത്രങ്ങളിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒക്കെ ഉള്ള രീതിയിലായിരിക്കും നമ്മളത് വ്യാഖ്യാനിക്കുന്നതും പഠിക്കുന്നു. പക്ഷെ ഈ ചിത്രങ്ങളുടെ പിറകില് വളരെ അഗാധമായിട്ടുള്ള കുറെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബിലീഫ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല ഗുഹകളിലും കാണുന്നതെന്ന് വെച്ചാൽ ഈ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് വളരെ ഹൈറ്റിലാണ്. പലപ്പോഴും ഇപ്പം ഇടയ്ക്കൽ പോലത്തെ ഷെൽട്ടറിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പോലും വളരെ ഹൈറ്റിലുള്ള രീതിയിലാണ് പല ചിത്രങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഹൈറ്റില് സാമാന്യ ഒരു 3 ആൾ പൊക്കം 4 ആൾ പൊക്കത്തിന്റെ വരെ ഹൈറ്റില് നമുക്ക് ഈ ചിത്രങ്ങൾ കാണാവുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തില് ആൾക്കാരെ എന്തെങ്കിലും ഒരു സ്കഫോൾഡിങ്ങോ എന്തെങ്കിലും ഒരു മുളകളോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ നിന്നിട്ടായിരിക്കണം ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചിത്രങ്ങൾ അത്രയും ഹൈറ്റിൽ ഉണ്ടാക്കുന്നതിന്റെ പുറകിലും ചില കാരണങ്ങൾ ഉണ്ടാവും. അത് ഇന്ന് നമുക്ക് ചിലപ്പോൾ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ആ ഹൈറ്റിൽ അത് ഉണ്ടാക്കിയതിന്റെ പിറകിലും അന്ന് ഉണ്ടാക്കിയ മനുഷ്യർക്ക് ചില ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ടായിരിക്കാം. അവർ ആ ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉത്ഭവിക്കുന്ന വികാരങ്ങളും അതിന്റെ പിറകിൽ നടക്കുന്ന ഒരു മനോഭാവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അത് ബേസിക്കലി അത് ആർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. പിൽക്കാലത്ത് നടന്ന ഇപ്പൊ ഒരു 20th സെഞ്ചുറി വരെയൊക്കെ റോക്ക് ആർട്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കലയായിരുന്നു. അപ്പൊ അവിടുത്തെ റോക്ക് ആർട്ടിനെ കുറിച്ച് സ്കോളേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിറകിലുള്ള മനോവികാരങ്ങളൊക്കെ അവിടുത്തെ ആർട്ടിനെ കുറിച്ചുള്ളത് ചില സ്കോളേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനുള്ള ഒരു യൂണിഫോമിറ്റിയും എന്താ പറയുക ഒരേ രീതിയിൽ എല്ലായിടത്തും ആൾക്കാർ ചിന്തിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പല പ്രിസ്റ്റൈൻ സൊസൈറ്റീസും ഒരു അസുഖം വരുന്നത് ഒരു ബാക്ടീരിയോ വൈറസോ കാരണമല്ല, പക്ഷെ ചില ഈവിൾ ഫോഴ്സസ് കാരണമാണ്, ചില സ്പിരിറ്റ്സ് കാരണമാണ് എന്നൊക്കെ ഉള്ള വ്യാഖ്യാനം പൊതുവെ എല്ലാ പ്രിസ്റ്റൈൻ ആയിട്ടുള്ള സൊസൈറ്റിയിലും വേൾഡ് ഓവർ നമ്മൾ കാണുന്നുണ്ട്. അത് കേരളത്തിലും ബ്രിട്ടീഷ് പീരീഡിലുള്ള പല ബുക്സിലും നമ്മൾ ട്രൈബൽസ് അല്ലെങ്കിൽ ഇവിടുത്തെ എത്നിക് പോപ്പുലേഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആൻസെസ്റ്റർ വർഷിപ്പും സ്പിരിറ്റ് വർഷിപ്പും ഉണ്ടായിരുന്നതായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പം ഒരിക്കലും ഈ ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ബിലീഫ് കൂടെ വികാരം. അപ്പം ഇത് പഠിച്ചുകൊണ്ട് ഈ പല വികാരങ്ങളും അല്ലാതെ ഏൻഷ്യൻ ഫ്ലോറയും ഫോണയും, ദാറ്റ് ഇസ് ചെടികള് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മൃഗാതിഥികള് അല്ലെങ്കിൽ മൃഗങ്ങളെ കുറിച്ചും ഉള്ളത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ചിലയിടത്തൊക്കെ ഓസ്ട്രിച്ച് പോലത്തെ ബേർഡ്സിനെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഇന്ന് അവിടെ ഒന്നും ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞ ഒരു ബേർഡ് ഇല്ല. അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലെ പെയിന്റിങ്സിൽ ചിലയിടത്തൊക്കെ ഈവൻ ഭീംബികട്ട പോലത്തെ സ്ഥലത്തും റൈനോസറസുകളെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈനോസറസ് ഇന്നും കാണുന്നത് ആസാമിൽ ഉള്ളൊരു ഭൂപ്രദേശത്ത് മാത്രമാണ്. സോ അതിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട്, വെദർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെർ സൂട്ടബിൾ ഫോർ റൈനോസറസ് ടു ലീവ് ഇൻ സെൻട്രൽ ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരിയഡ് വെൻ ദിസ് പെയിന്റിങ്സ് വർ ഡൺ എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പലതരം ഇന്ന് കാണാത്ത ചില മൃഗങ്ങളെയൊക്കെ അതിനകത്ത് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പം ടോട്ടമിക് ആനിമൽസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാന്റ് റെപ്രസെന്റേഷൻസ് ആവാം. അങ്ങനത്തെ ആനിമൽസ് കാണിക്കാറുണ്ട്. ചില ആനിമൽസ് ഹണ്ട് ചെയ്യുന്ന രീതിയിലും കാണിക്കപ്പെടുന്നുണ്ട്. അപ്പം ആനിമൽസിന്റെ ഹണ്ടിങ്ങും അവരുടെ സോഷ്യൽ ലൈഫ്, റിലീജിയസ് ബിലീഫ്, റിച്വല്, അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഈ റോക്ക് ആർട്ടിന്റെ ഡിപ്പിക്റ്റഡ് റോക്ക് ആർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാണ് സഹായകരമാണ്. ആന്റിക്വിറ്റി ഓഫ് റോക്ക് ആർട്ട്, റോക്ക് ആർട്ടിന്റെ പഴമയെ കുറിച്ച് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജനറൽ ഒപ്പീനിയൻ അബൌട്ട് ആന്റിക്വിറ്റി ഓഫ് റോക്ക് ആർട്ട് ഇസ് ദാറ്റ് ഇറ്റ് കമൻസ് ഡ്യൂറിങ് അപ്പർ പാലിയോലിത്തിക്. പാലിയോലിത്തിക് ലോവർ മിഡിൽ അപ്പർ എന്നുള്ള ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഇതിനകത്ത് അപ്പർ പാലിയോലിത്തിക് ഫേസിലാണ് അത് റോക്ക് ആർട്ട് അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ ചിത്ര രചന മനുഷ്യൻ തുടങ്ങുന്നത്. അപ്പർ പാലിയോലിത്തിക് പീരീഡ് തൊട്ടാണ് ആർട്ട് വരുന്നത് എന്നുള്ളതാണ് പൊതുവെ ഒരു എന്താ പറയുക, പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വിചാരധാര. പക്ഷെ അതുപോലെ തന്നെ ചിലരൊക്കെ ഇത് മിഡിൽ പാലിയോലിത്തിക്കിലേക്കും പോവും, ഇതിനെക്കാട്ടി പഴമയുണ്ട്, അപ്പർ പാലിയോലിത്തിക്കാട്ടി പഴമയുള്ള ഒരു കാലഘട്ടത്തിലേക്കും പോകും എന്നുള്ള ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അതിന് കൂടുതൽ തെളിവുകളൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പർ പാലിയോലിത്തിക് തൊട്ട് യൂറോപ്പിലൊക്കെ റോക്ക് ആർട്ട് കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലും 1-2 സ്ഥലത്തു നിന്നൊക്കെ അപ്പർ പാലിയോലിത്തിക്കിന്റെ പീരീഡിലേക്ക് റോക്ക് ആർട്ട് പോകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ കേവ്, ഷുഗർ കേവിലെ ഫ്രാൻസില് നമുക്ക് ഒരു ഡേറ്റ് അവൈലബിൾ ആണ്. ആ ഡേറ്റ് 35,000 വർഷം പഴക്കം, ഇന്ന് 35,000 വർഷം പഴക്കമുള്ള രീതിയിൽ ഉള്ള ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ റൊമേനിയയിലെ ഒരു കേവിൽ നിന്നും 30,000 വർഷം പഴക്കമുള്ള റോക്ക് ആർട്ട് അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ അടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇന്തോനേഷ്യയുടെ സുലസ്ബി എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സ്പെലോത്രോൺസ് ഉപയോഗിച്ചാണ് അതിന്റെ യുറാനിയം സീരീസിന്റെ ഡേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് 39,000 ഇയേഴ്സ് വരെ പഴമയുള്ള പെയിന്റിങ്സ് ആണ് ഇന്തോനേഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം 39,000 ഇയേഴ്സ് വരെയുള്ള പഴമയുള്ള പെയിന്റിങ്സ് ഒന്നും ഇപ്പൊ നിലവില് ഇന്ത്യയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു ഡേറ്റിംഗ്, ഈ യൂറോപ്പിൽ നിന്ന് കിട്ടുന്ന ഡേറ്റും ഇപ്പൊ ഇന്തോനേഷ്യന്റെ കിട്ടുന്ന ഡേറ്റ് നമുക്ക് ഈ ഒരു ഗുഹാചിത്രങ്ങളുടെ പഴമ ഏതാണ്ട് 40,000 വർഷം വരെ അടുത്ത് വരെ എത്തുന്ന രീതിയിലുള്ള ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അപ്പർ പാലിയോലിത്തിക് ഫേസിന്റെ ഒരു ഡേറ്റും ഇതുമായിട്ട് സാമ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്ലീസ്റ്റോസിൻ പീരീഡുമായിട്ട്, ജിയോളജിക്കൽ എപ്പോച്ചിൽ പ്ലീസ്റ്റോസിൻ പീരീഡ് ആയിട്ട് നമുക്കിത് താരതമ്യപ്പെടുത്തി എടുക്കാവുന്നത്. ഇനി റോക്ക് ആർട്ടിൽ കാണുന്ന സ്റ്റൈലുകളെ കുറിച്ച്, മോട്ടീവ്സിന്റെ സ്റ്റൈല്, ഞാൻ നേരത്തെ പറഞ്ഞ റോക്ക് ആർട്ടിന്റെ പലതരം മോട്ടീവ്സ് ഉണ്ടാകും. ആ മോട്ടീവ്സിനെ നമുക്ക് വേണമെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ജോമെട്രിക്കൽ മോട്ടീവ്സ്. ജോമെട്രിക്കൽ മോട്ടീവ്സ് കഴിഞ്ഞാൽ ചിലപ്പം ട്രയാങ്കുലർ ആയിരിക്കും, ചിലപ്പം വെറും ലൈൻസ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും, ചിലപ്പം അത് സർക്കിൾസ് ആയിരിക്കാം,
അല്ലെങ്കിൽ ഡോട്ട്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ല ജിയോമെട്രിക്കൽ ആയിട്ടുള്ള മോട്ടീവ്സ് ഉപയോഗിച്ച് ഡെക്കറേഷൻസ് വരുത്തുന്ന ഒരു പ്രക്രിയ നമ്മൾ റോക്ക് ആർട്ടിൽ കാണാറുണ്ട്. അപ്പൊ അതിനെ ജോമെട്രിക് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സർക്കിൾസ് ഒരു സിംഗിൾ സർക്കിൾ ആയിരിക്കാം, കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കാം, ട്രയാങ്കിൾസ് ചിലപ്പോൾ സിംഗിൾ ആയിരിക്കാം, ചിലപ്പം രണ്ടെണ്ണം കണക്റ്റഡ് ആയിരിക്കാം. പിന്നെ അതുമല്ലാതെ ലൈൻസ് ഉപയോഗിച്ചിട്ട് രേഖപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഉണ്ടാവും. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചിത്രങ്ങള് ജോമെട്രിക്കൽ മോട്ടീവ്സ് കാണുന്ന ഒരു കാറ്റഗറിയിലെ ജോമെട്രിക് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. രണ്ടാമത്തത് റെപ്രസെന്റേഷൻ ഓർ നാച്ചുറലിസ്റ്റിക് എന്നുള്ള കാറ്റഗറിയിലാണ്. നാച്ചുറലിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് ആനിമൽസിനെ വരച്ച് ഗുഹയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളിലാണ് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ് നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഡെഫിനിഷനകത്ത് വരുന്നത്. അതിനകത്ത് ബുള്ളാവാം, ഹോസ് ആവാം, ബൈസൺ ആവാം, എലിഫൻസ് ആവാം. അപ്പൊ അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഉള്ള ഇത് ആണ് റെപ്രസെന്റേഷൻ ഓർ നാച്ചുറലിസ്റ്റിക്. തേർഡ് എന്ന് പറയുന്നത് സ്റ്റൈലിസ്റ്റിക് ഓർ അബ്സ്ട്രാക്ട്. സ്റ്റൈലിസ്റ്റിക്കിലോ അബ്സ്ട്രാക്റ്റിനകത്തോ നമ്മളൊരു പോർട്രേച്ചർ അല്ല ഉദ്ദേശിക്കുന്ന. ഒരു മനുഷ്യനെ രേഖപ്പെടുത്തണമെങ്കിൽ വെറുതെ ഒരു സ്റ്റിക്ക് പോലെ ഒരു ഹ്യൂമൻ ഫിഗർ, രണ്ട് കൈയും രണ്ട് കാലും അങ്ങനത്തെ ഒരു രീതിയിൽ തലയുടെ ഭാഗത്ത് ഒരു ചെറിയ ഒരു വട്ടവും വരച്ചിട്ട് അങ്ങനെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് നമ്മൾ കാണുമ്പോൾ ഇതൊരു മനുഷ്യൻ ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫിഗർ ഇന്ന് കുട്ടികളുടെ അടുത്ത് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞാലും അവർ ഒരു കൈയും കാലും ഒക്കെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ വരച്ച് രേഖപ്പെടും. ഇത് ഒരു ടൈംലെസ് ക്യാരക്ടറാണ്. ഈ സ്റ്റൈലിസ്റ്റിക് അല്ലെങ്കിൽ ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ആൾക്കാരും ഇന്നത്തെ ട്രൈബൽസും ഇന്നത്തെ കുട്ടികൾ വരെ വരയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ അബ്സ്ട്രാക്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ടൈംലെസ് ഇൻ ക്യാരക്ടർ. റോക്ക് ആർട്ട് സ്റ്റൈൽസ് നമ്മൾ പെയിന്റിങ്സിനെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സിൽഹൌട്ടീസ് എന്നുള്ള രീതിയിൽ, സിൽഹൌട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഡാർക്ക് ആയിട്ട് ഔട്ട്ലൈൻ മാത്രം വരച്ച രീതിയിലുള്ള ചിത്രങ്ങളാണ്. അതിനാണ് നമ്മൾ സിൽഹൌട്ടി എന്ന് വിളിക്കുന്നത്. ഈ മേലെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സിൽഹൌട്ടീഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ. വെറും കറപ്പായിട്ട് ഒരു ഷാഡോ പോലെ ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് ഈ ഡാർക്ക് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഫിഗേഴ്സ് ആണ് സിൽഹൌട്ടീസ്. പിന്നെ ഡെക്കറേറ്റീവ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആനിമലിനെ തന്നെ അതിനെ വേറെ വേറെ മോട്ടീവ്സ്, ലാറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ അല്ല, നാച്ചുറൽ ആകുമ്പോഴത്തേക്ക് വരുന്ന എന്താ പറയുന്ന അതിന്റെ മേലെ കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള ഡെക്കറേഷൻസ് കാണാറില്ല. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങൾ വേറെ ഇറ്റ് ഇസ് അഡീഷണലി ബ്യൂട്ടിഫൈഡ് യൂസിങ് ലൈൻസ് ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ സംഭവത്തിനാണ് നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നത്. ചിലപ്പം ഒരു ചിത്രം ഒരു ആനിമലിന്റെ വരച്ചതിന് ശേഷം അത് പകുതി ഷെയ്ഡ് കൊടുക്കുന്നതും പകുതി ഷെയ്ഡ് കൊടുക്കാത്ത രീതിയിലും ഉള്ള രീതിയിലും കാണുന്നുണ്ട്. അത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ, കളർ ഫില്ല് ചെയ്യുന്ന അതിന്റെ ബോഡിക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ചിലപ്പം പാർഷ്യൽ ആയിട്ട് മാത്രമേ അത് ഫില്ല് ചെയ്ത് കൊടുക്കുള്ളൂ. ചിലപ്പം അത് പകുതി വിട്ടിട്ടുള്ള രീതിയിലും കാണിക്കാറുണ്ട്. അപ്പൊ അത് പാർഷ്യലി ഫിൽഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ചിത്രങ്ങളിൽ ഔട്ട്ലൈൻ മാത്രമായിട്ട് രേഖപ്പെടുത്തുന്നത്, ഫില്ലിങ്ങും ഇല്ല ഡെക്കറേഷനും ഇല്ല, ഔട്ട്ലൈൻ മാത്രമായിട്ട് രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളും നമുക്ക് റോക്ക് ആർട്ടിനകത്ത് കാണാവുന്നതാണ്. കേരളത്തിലെ റോക്ക് ആർട്ട് ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1894 എടക്കലിലെ ഫെസറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇന്ന് കേരളത്തിലെ 50ഓളം റോക്ക് ആർട്ട് സൈറ്റ്സ്, 50ൽ കൂടുതൽ റോക്ക് ആർട്ട് സൈറ്റ്സ് കേരളത്തില് നമുക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ചു പേരുടെ ഒരു വളരെ ഫലവത്തായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ കുറെ സൈറ്റ്സ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇടുക്കി മറയൂർ റീജിയനിൽ ആണ് കൂടുതലും നമുക്ക് ഈ എന്താ പറയുന്ന റോക്ക് ആർട്ട് സൈറ്റ്സ് പുതിയതായിട്ടുള്ളത് കണ്ടെത്താൻ പറ്റിയിരിക്കുന്നത്. ആൻഡ് അവിടെ കിട്ടുന്നത് കൂടുതലും പെയിന്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പിക്ടോഗ്രാഫ്സ് ആണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഈ ഒരു 2-3 മാസമായിട്ട് പലയിടത്തു നിന്നും അവിടെ പുതിയ റോക്ക് ആർട്ട് സൈറ്റ്സ് കണ്ടെത്തിയതായിട്ട് പേപ്പറിലൊക്കെ റിപ്പോർട്ടുണ്ട്. നമ്മൾ പിക്ടോഗ്രാഫ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും മറയൂർ ഒരു റെയിൻ ഷാഡോ റീജിയൻ, അവിടെ അധികം മഴ ലഭിക്കാത്തതുകൊണ്ടും പലയിടത്തും ഈ റോക്ക് ആർട്ടിന്റെ പെയിന്റിങ്സ് അല്ലെങ്കിൽ പിക്ടോഗ്രാഫ്സ് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ മഴ കൂടുതൽ ലഭിക്കുന്നിടത്ത് സാധാരണഗതിയിൽ ഈ പെയിന്റിങ്സ് നമുക്ക് കാണുന്നില്ല.
അപ്പം നമ്മൾ പിക്ടോഗ്രാഫ്സും പെട്രോഗ്ലിഫ്സും വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ കേരളത്തിലെ അങ്ങോളം വടക്കുന്ന് തെക്ക് വരെയും കൂടുതൽ സൈറ്റ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുവാണെങ്കിൽ പെട്രോഗ്ലിഫ് സൈറ്റ്സ് ആണ് കൂടുതൽ കാണുന്നത്. പെട്രോഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ റോക്കിൽ വരച്ചിരിക്കുന്ന എച്ച് ചെയ്തിരിക്കുന്നൊക്കെ വരച്ചിരിക്കുന്ന സംഭവമാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. പിക്ടോഗ്രാഫ്സ് കൂടുതലും മറയൂർ റീജിയനിൽ മാത്രമാണ് കാണുന്നത്. സാധാരണ ഒരു ബ്രോഡായിട്ട് ഇതിന്റെ പെട്രോഗ്ലിഫ്സ് പിക്ടോഗ്രാഫ്സ് എന്നൊക്കെ പറയുന്നതിന് പൊതുവെ സ്കോളേഴ്സിൽ തർക്കമില്ല. പക്ഷെ ഈ മോട്ടീവ്സിന്റെ ടൈം പീരീഡിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഒരു അവ്യക്തത ഇന്നും തുടരുന്നുണ്ട്. അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള എന്താ ഡേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള തർക്കങ്ങളും ഇന്നും ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ സ്റ്റൈല് അതിപ്പോ സിലൗട്ടി ആയാലും വാഷ് ആയാലും അങ്ങനത്തേനൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ടൈം പീരീഡ് ഇതിന്റെ കാലനിർണയങ്ങളും ഇതിനെ കുറിച്ചുള്ള മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുമുള്ള രീതിയിലുള്ള തർക്കങ്ങൾ നമ്മൾ ഇന്നും ഉണ്ട്. ബിക്കോസ് ഇത് പലപ്പോഴും നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഈ സംഭവങ്ങൾ ഇന്നും കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഡേറ്റിംഗ് നമ്മളും പല ഫാക്ടേഴ്സ് കൺജക്ടർ ആയിട്ട് പല അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഡേറ്റ് യുക്തിക്ക് പോലെ ഒരു രീതിയിൽ ഡേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ നേരത്തെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1894 ഫാസറ്റിന്റെ വർക്ക്, അത് ഇന്ത്യൻ ആന്റിക്വറി 1901 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഒരു കാലഘട്ടത്തിലെ വലിയ ഒരു അന്വേഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 70s ഡോക്ടർ SP തമ്പി ആണ് ആദ്യമായിട്ട് പിക്ടോഗ്രാഫ്സ് മറയൂർ റീജിയനിൽ നിന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം പല സ്കോളേഴ്സും ഡോക്ടർ ജോൺ മത്പാൽ, ഡോക്ടർ രാഘവാര്യ, ഡോക്ടർ രാജേന്ദ്രൻ, ഡോക്ടർ ഗുരുക്കൾ, ജെനി പീച്ചർ, ഡോക്ടർ ബെനി, ഡോക്ടർ നിഖിൽ ദാസ്, ഡോക്ടർ ശ്രീ പ്രവീൺ, ഇവരൊക്കെ ഇതിന്റെ ഫേസറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ചൊരു ബുക്ക് എഴുതുകയുണ്ടായി 2019. ആദ്യമായിട്ട് കേരളത്തിന്റെ ഗുഹാചിത്രങ്ങളെ പറ്റി ഒരു ബുക്ക് ഇറങ്ങുന്നത് യശോധർ മത്പാൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അത് ഇറക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഇത് 98 പബ്ലിഷ് ചെയ്തപ്പോൾ അന്ന് 7ഓളം സൈറ്റ് മാത്രമായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആ 7ഓളം സൈറ്റിലെ റോക്ക് ആർട്ടിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിലെ റോക്ക് ആർട്ട് പഠിക്കുന്നത്. ഇദ്ദേഹം തന്നെ ഭീംബേഡ്ക എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കിട്ടിയ റോക്ക് ആർട്ടിന്റെ വളരെ വിശദമായ പഠനങ്ങൾ അദ്ദേഹം PhDക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അറിവോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിലെ ഒരു പെയിന്റിങ്സ് പഠിക്കാൻ വരുന്നത്. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത റോക്ക് ആർട്ട് ഓഫ് കേരള എന്ന് പറയുന്ന ആദ്യത്തെ ബുക്കിനകത്ത് ഇദ്ദേഹം കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻസും ക്രോണോളജിക്കൽ പീരീഡ്സും അദ്ദേഹം ഭീംബേഡ്ക പോലത്തെ സ്ഥലത്ത് നേരത്തെ ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഭീംബേഡ്കയിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു റിഫ്ലക്ഷനോട് കൂടിയാണ് അദ്ദേഹം ഇവിടുത്തെ ഗുഹാചിത്രങ്ങളിലെയും പഠിച്ചതും വ്യാഖ്യാനിച്ചതും അതിനെ ക്ലാസിഫൈ ചെയ്തതും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടില് ഭീംബേഡ്കയിലെ ചിത്രങ്ങളൊക്കെ മീസോലിത്തിക് നിയോലിത്തിക് പീരീഡ് വരെ പോകുന്നതുകൊണ്ടും പാലിയോലിത്തിക് വരെ അപ്പർ പാലിയോലിത്തിക് ഒക്കെ ഉള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ടും ഇവിടുത്തെ ചിത്രങ്ങളും അദ്ദേഹം അതേപോലെ തന്നെ മീസോലിത്തിക് അല്ലെങ്കിൽ നിയോലിത്തിക് പീരീഡിലേക്കൊക്കെ പോകുമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. KG ജോൺ സാർ ആദ്യമായിട്ട് ഇത് പഠിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ചിത്രങ്ങളൊന്നും ഇത്രയും പഴമയേറിയതല്ല, ഇത് പലപ്പോഴും മെഗലിത്തിക് അല്ലെങ്കിൽ മഹാശിലായുഗത്തിന്റെ ഒരു അവശിഷ്ടമായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത്. കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് ഈ ഗുഹാചിത്രങ്ങൾ വിധേയമാക്കുമ്പോൾ ഇന്ന് വരുന്ന കൂടുതൽ നമുക്ക് കിട്ടുന്ന എവിഡൻസസ് ഇത് മഹാശിലായുഗം അല്ലെങ്കിൽ മെഗലിത്തിക് പീരീഡും അത് കഴിഞ്ഞിട്ട് വരുന്ന ഹിസ്റ്റോറിക്കൽ പീരീഡ്സിലേക്ക് മാത്രമേ ഇത് പോവുള്ളൂ എന്നുള്ളത്. അതും ഡോക്ടർ ജോൺ, ഡോക്ടർ ചന്ദ്രമൗലി അവരുടെ ഒക്കെ കാഴ്ചപ്പാടില് ഞാൻ ഉൾപ്പെടെയുള്ള ചെയ്ത വർക്കുകളിനകത്തൊക്കെ നമുക്ക് ഇത് മഹാശിലായുഗം അല്ലെങ്കിൽ മെഗാലിത്തിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എവിഡൻസസ് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് ചർച്ച ചെയ്യാം.
എൻവയറമെന്റൽ സെറ്റിംഗ്. ഈ കാണുന്ന പെട്രോഗ്ലൈഫ്സ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ഗുഹകളിലല്ല. നമുക്ക് ഇത് 3 തരം കല്ലുകളിൽ നിന്ന് അല്ലെങ്കിൽ റോക്ക് ഫോർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് എന്ന് പറയുന്ന രീതിയിലുള്ള റോക്സിൽ നിന്ന് നമുക്ക് നോർത്ത് കേരള, എരിക്കുളം, ബംഗളം, എട്ടുകൊടുക്ക എല്ലാം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഉള്ള സൈറ്റുകളാണ്. വെണ്ടല്ലൂർ, പറമ്പത്തുകാവ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നും നമുക്ക് ലാറ്ററൈറ്റ് അല്ലെങ്കിൽ വെട്ടുകല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ റോക്കിനകത്ത് നമുക്ക് പെട്രോഗ്ലിഫ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോപ്പ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണിൽ റോക്ക് ആർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് വയനാട്ടിൽ കാപ്പിക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണ് കണ്ടെത്തിയത്. ഇതല്ലാതെ വളരെ കോമൺ ആയിട്ടുള്ള മീഡിയം നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഗ്രാനൈറ്റ് ആണ്. ആൻഡ് റോക്ക് ആർട്ടിന്റെ ഈ ഗ്രാനൈറ്റിക് റോക്ക് സർഫസിൽ പലയിടത്തുനിന്നും ഗോവിന്ദമൂല, ഇരുന്നല്ലിക്കോട്, തൃപ്പൂർ, ചുള്ളിമേട്, കല്ലിൽ ഇവിടെയൊക്കെ നമുക്ക് പിന്നെ വയനാട് തന്നെ അടുത്ത് തോരിമലയും എഴുത്തളയും തെന്മലയിലും ആങ്കോടിലും ഒക്കെ നമ്മൾ ബേസിക്കലി ഈ ഗ്രാനൈറ്റ് റോക്കിൽ തന്നെയാണ് ഈ റോക്ക് ആർട്ട് കാണുന്നത് അല്ലെങ്കിൽ പെട്രോഗ്ലിഫ്സ് കാണപ്പെടുന്നത്. അപ്പൊ 3 തരം കല്ലുകളുണ്ട്. ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് എന്ന് പറയുന്നതിൽ സോപ്പ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണ്, പിന്നെ ഗ്രാനൈറ്റ്. ഈ ഇതുപോലെ തന്നെ ഈ പല ഇടത്തും ഈ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഉയരത്തിലുള്ള സ്ഥലത്തും വളരെ പനോറമിക് ആയിട്ട് അവിടുന്ന് ആ വാലിയും ഏരിയയും കാണുന്ന രീതിയിലുള്ള ഏരിയയിലാണ് നമ്മൾ ആ ലൊക്കേഷൻസിലാണ് നമ്മൾ ഈ റോക്ക് ആർട്ടിന്റെ സൈറ്റ്സ് കണ്ടത്. ഇപ്പൊ എടയ്ക്കൽ, ആട്ട്ല, വായുമല, മണ്ടൂട്ടിമല ഇതൊക്കെ നമ്മൾ അവിടുന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ വളരെ പനോറമിക് ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള വ്യൂസ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ കൂടെ ചിലപ്പം ഇതിന് ഈ ഇങ്ങനത്തെ ചിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്താനായിട്ട് കാരണങ്ങളായിട്ടുണ്ടാവും. ഇപ്പൊ ചിലയിടത്ത് ഗുഹാചിത്രങ്ങൾ കാണുന്ന അല്ലെങ്കിൽ റോക്ക് ആർട്ട് കാണുന്ന ഒരു ഹാബിറ്റേഷനെ ഫേസ് ചെയ്തുകൊണ്ട് ഉള്ള രീതിയിലാണ്. അപ്പൊ ആ ചിത്രങ്ങള് ആ വാലിയിലുള്ള താമസിക്കുന്ന മനുഷ്യർക്ക് പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിലും എന്നുള്ള രീതിയിലും കൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ചില റോക്ക് സൈറ്റ്സ് ഉണ്ട് നീൽഗിരി ഏരിയയില്, വെള്ളരിക്കൊമ്പ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ. ഈ വെള്ളരിക്കൊമ്പയില് ആ ഒരു മൗണ്ടന്റെ ഫേസിൽ കാണുന്ന റോക്ക് ആർട്ട് അവിടുത്തെ ആ വാലി, അവര് താമസിക്കുന്ന ഈ ട്രൈബൽസ് താമസിക്കുന്ന വാലിയെ ഫേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവര് ആ ചിത്രങ്ങൾക്ക് ഇന്നും അവര് എല്ലാ വർഷവും അവർക്ക് അതിൻ്റെതായ ഫെസ്റ്റിവിറ്റി ഉണ്ട്, സെയിങ് ദാറ്റ് ദേ ആർ ആക്ച്വലി പ്രൊട്ടക്ടിങ് ദ ഹാബിറ്റേഷൻ ദെയർ എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പം ചിലയിടത്ത് ഈ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ഗുഹയിലോ അല്ലെങ്കിൽ ഷെൽട്ടറിലോ ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് പല തലത്തിലുള്ള അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റിങ്സ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്തിന് പല കാലഘട്ടത്തിൽ അവിടെ പെയിന്റുകൾ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അവിടെ രേഖാചിത്രങ്ങളോ അല്ലെങ്കിൽ റോക്ക് ആർട്ട് രേഖപ്പെടുത്തിയതായിട്ടോ ഒരേ സൈറ്റിൽ തന്നെ പല ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് ആ സൈറ്റ് അവിടെ ഉപയോഗിക്കപ്പെട്ടതായുള്ള രീതിയിലുള്ള എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ സൈറ്റിനും എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അതേ സൈറ്റിൽ പിന്നെയും പല കാലഘട്ടത്തിൽ ആൾക്കാർ പോയി ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയെന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള മീനിങ് എന്താണ്, അത് ഞാനിപ്പോഴും പറഞ്ഞു, അതിന് ഒരു യുനാനിമിറ്റി ഇല്ല. പല സ്കോളേഴ്സും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പല സ്റ്റഡീസിലും കണ്ടക്ട് ചെയ്തിട്ട് അതിനകത്ത് മുന്നിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരു യുക്തി തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇത് റിക്രിയേഷൻ ആക്ടിവിറ്റി, ഒരു പൊഴുതുപോക്ക് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി ചിലയിടത്ത് പോയിരിക്കുമ്പോൾ ഉണ്ടാക്കിയതാണെന്ന് ഉള്ളൊരു വ്യാഖ്യാനം ചിലർ തന്നിട്ടുണ്ട്. ചില സൈറ്റിൽ നമുക്ക് തോന്നും അത് ഒരു ടൈം പാസിന് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചെയ്തതാണെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ചിലയിടത്ത് ഇത് സൈൻ പോസ്റ്റ്, ചില ഒരു വിപത്തുകളോ ആപത്തുകളോ അത് ചില ലൊക്കേഷൻ ചില സാധനം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ നമുക്ക് ചിലരുടെ റോക്ക് ആർട്ടിന്റെ തോന്നാറുണ്ട്. അതല്ലാതെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ സ്പിരിറ്റ്സിനെയാണ് പല ട്രൈബൽസും വർഷിപ്പ് ചെയ്യുന്നത്. സ്പിരിറ്റും ആൻസിസ്റ്റർ വർഷിപ്പും ഈ ഒരു 20th സെഞ്ചുറിയിലെ അല്ലെങ്കിൽ ഇന്നും പല ട്രൈബൽ പോപ്പുലേഷന്റെയും നിലവിലുള്ള വിശ്വാസം ഈ ആൻസിസ്റ്റർ വർഷിപ്പും സ്പിരിറ്റ്സും ഒക്കെ തന്നെയാണ്.
അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഇത് ഹണ്ടിങ് മാജിക് ആയിട്ടും ഈ ചിലപ്പം ഇത് ഷമനിസ്റ്റിക് റിച്വൽസിന്റെ ഭാഗമായിട്ട്, ദാറ്റ് എന്തെങ്കിലും ഈ പേയ് ഒഴിപ്പിക്കല് അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കല് അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയണ ഈവിൾ സ്പിരിറ്റ്സിനെ ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടും ചിലപ്പോൾ ഇത് കാണുന്നുണ്ട്. ഇത് വെള്ളരിക്കൊമ്പയില് നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ്. ഒരു 2 കാല് ഒരു സിലൗട്ടീസ് വെച്ചിട്ട് ആ കാലിനെ നമ്മൾ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഓൾസോ പ്രോബ്ലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈ സ്പിരിറ്റ്സിനെ ഒക്കെ അവിടെ കെട്ടിയിടുന്ന രീതിയിൽ മോശമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവകാരിയായിട്ട് സ്പിരിറ്റ്സിനെ അത് കെട്ടിയിട്ട് അവര് തളയ്ക്കുന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ അവരുടെ ക്ലാനിന്റെ അസുഖങ്ങൾ മാറ്റാനും അവരെ ഒരു യൂണിഫൈങ് ഫാക്ടറായിട്ട് വെക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില സ്കോളേഴ്സ് ഇതിനെ പഠിച്ചത് ഹണ്ടിങ് മാജിക്കിന്റെ ഭാഗമാണെന്ന്. ദാറ്റ് ഈസ് ഒരു ആനിമലിനെ ആദ്യം ഹണ്ടിന് പോണതിന് മുമ്പ് തന്നെ അതിനെ ഇവര് പിക്ചറിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ട് പിന്നെ ഹണ്ടിന് ഇറങ്ങുമ്പോൾ അവർ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹണ്ട് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ചിലര് ഇതിനകത്ത് ഇത് ഫെർട്ടിലിറ്റി മാജിക് ആണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഷമനിസം ഉള്ള രീതിയിലും ഈ പല ആൻസിസ്റ്റർ വർഷിപ്പിലും ഈ ഷമൻസ് എന്ന് പറയുന്ന ആ ക്ലാനിന്റെ സ്പിരിച്വൽ ഹീലർ, ചിലയിടത്തൊക്കെ നമ്മൾ വെളിച്ചപ്പാടെന്നൊക്കെ വിളിക്കുന്ന പോലെ അവിടുത്തെ ക്ലാനിലെ സ്പിരിച്വൽ ഹീലർ ഈസ് ദ കമ്മ്യൂണിക്കേറ്റർ ബിറ്റ്വീൻ ദ ക്ലാൻ, ദ സൊസൈറ്റി ആൻഡ് ദ ആൻസിസ്റ്റർ സ്പിരിറ്റ്സ്. അപ്പൊ ഈ സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇദ്ദേഹമാണ് ആൻസിസ്റ്റേഴ്സിനും ഗോഡ്സിനും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഷമൻസ് വേർ ഹീസ് എ കമ്മ്യൂണിക്കേറ്റർ ബിറ്റ്വീൻ ദ പീപ്പിൾ ലിവിങ് ഓൺ എർത്ത് ആൻഡ് പീപ്പിൾ ലിവിങ് ഓർ ഇൻ ദ ഗോഡ്സ് ആൻഡ് ആൻസിസ്റ്റർ സ്പിരിറ്റ് ലിവിങ് ഇൻ ദ ഹിദർ വേൾഡ്, അതിനകത്തൊരു വിശ്വാസം അടങ്ങിയിരിക്കുന്നത് ആര് ദൈവത്തിന്റെ മുഖത്തോട് മുഖത്ത് കാണുന്നോ അവര് പിന്നെ സർവൈവ് ചെയ്യൂല എന്ന് ഈവൻ ബിബ്ലിക്കൽ സോഴ്സസിൽ വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണോ എന്ന് അറിയില്ല. പലപ്പോഴും ഈ ഷമനിസം പെർഫോം ചെയ്യുന്ന ഷമൻസ് ഒരിക്കലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള രൂപം അവര് കാണിക്കാറില്ല. അത് പലതരം മാസ്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെയിന്റ് ഉപയോഗിച്ചോ അത് വികൃതപ്പെടുത്തിയിട്ടോ അത് മറച്ചുകൊണ്ടാണ് അത് കാണുന്നത്. ഇന്ന് നമ്മൾ തെയ്യത്തിൽ കാണുന്ന ഫോംസും ഇതുപോലെ തന്നെയാണ്. ഒറിജിനൽ ആയിട്ട് ആ തെയ്യം കെട്ടുന്ന ആള് അയാളുടെ ഒറിജിനൽ രൂപം മാറ്റിയിട്ടാണ്. ഈ തെയ്യം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ഷമനിസത്തിന്റെ ഭാഗമാണ്. where he is actually a spirit, I mean he's a person connecting the person or the believer and the person who is or the hither world ലുള്ള ഗോഡ്സും ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഷമൻസിൽ പലയിടത്തും ഷമൻസിന്റെ ഫേസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ഫിസിയോഗമിയുടെ രീതിയിൽ കാണപ്പെടുന്നില്ല, അത് മറയ്ക്കപ്പെടുന്ന രീതിയിലാണ് കാണുന്നത്. സോ ഇതൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നതിന്റെ പിറകിലുള്ള കാരണങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ റോക്ക് ആർട്ടിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ്. കാസർഗോഡ് തൊട്ട് കന്നിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വരെയും നമുക്ക് കാണാവുന്നതാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ആ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് 1-2 റോക്ക് ആർട്ട് സൈറ്റ്സ് ഉണ്ട്, പക്ഷെ അതും വളരെ വ്യാപകമായിട്ട് നോട്ട് ചെയ്യപ്പെടാത്തതാണ്. കൂടുതൽ ഈ റൈറ്റ് സൈഡില് ഇടുക്കിയില് മറയൂർ ഏരിയയിലാണ് നമുക്ക് കൂടുതലും റോക്ക് ആർട്ട് പിക്ടോഗ്രാഫിക് ഉള്ള സൈറ്റ്സ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തുനിന്നും റോക്ക് ആർട്ടിന്റെ സൈറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ വളരെ ഏരിയയിലായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആ വാലിന്റെ കാണാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ ഈ എടക്കൽ ഗുഹയുടെ ഒരു ചിത്രമാണ് ഈ താഴെ കാണുന്നത്. ഇതിൽ നിന്ന് ഒരു ലേഡി ഫിഗർ കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇത് പിൽക്കാലത്ത് ഇത് മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക കണക്റ്റഡ് ആണ്. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് എ നാച്ചുറൽ ഫോർമേഷൻ. ഇതുപോലെ ചില സ്ഥലത്ത് ഇതിപ്പം മറയൂർ റീജിയൻ ആണ്. ഇതിങ്ങനെ പത്തി പോലെ ചില റോക്ക് ഇങ്ങനെ സർഫസിൽ നിന്ന് ജട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പുറത്തില് പാമ്പിന്റെ പത്തി പോലെ നിന്നിട്ട് ഇതിന്റെ താഴ്ച ഇതിന്റെ ഉൾഭാഗത്ത് ഒരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റോക്സ് ഉണ്ട്. ഈ റോക്കുകളിലൊക്കെ പല രീതിയിലും പല കാലഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞ മെറ്റീരിയല് ചെങ്കല്ല്, പിന്നെ കൂടുതലും ഇത് സോപ്പ് സ്റ്റോൺ, ഇത് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ദിസ് തിങ്. അതല്ലാതെ ഇത് നമ്മള് പെട്രോഗ്ലിഫ്സ് എന്ന് വിളിക്കും. വേറെ
സച്ച് ഇങ്ങനെ ഈ റോക്ക് സർഫേസ് ചുരണ്ടിക്കളഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ പെട്രോഗ്ലിഫ്സ് എന്ന് വിളിക്കും. പെയിന്റിങ്സ് ഒന്നില്ലെങ്കിൽ വെള്ള കളർ കൊണ്ടോ അല്ലെങ്കിൽ ചുവപ്പ് കളർ കൊണ്ടോ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പിക്ടോഗ്രാഫ്സ് വിളിക്കും. വടക്കൻ കേരളത്തില് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് ഏറ്റെടുക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് കാണുന്ന ചിത്രങ്ങളാണ്. ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലാറ്ററൈറ്റിലാണ്. ഇവിടെ കാണുന്നത് കൂടുതലും ബുള്ളിന്റെ ചിത്രങ്ങളാണ്. ഇവിടെ കാണുന്ന വളരെ വലിപ്പമുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബുള്ളിന്റെ ചിത്രങ്ങളാണ്. ഈ ഓറിയന്റേഷൻ ഇതെല്ലാം ഒരു 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 സദേൺ ഭാഗത്തിലേക്ക് ഓറിയന്റഡ് ആണ്. ഈ കാളകളൊക്കെ ടുവേർഡ്സ് ഒരു സൗത്തിലേക്ക് ഡയറക്റ്റഡ് ആണ്. ഒരേ ഡയറക്ഷനിലേക്കാണ് ഇതെല്ലാം നടക്കുന്ന പോലെ കാണിച്ചിരിക്കുന്നത്. ഈ നടക്കുന്ന ഏരിയയിൽ ആ രീതിയിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ അവിടെ മുഴുവൻ വളരെ വ്യാപകമായിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. അപ്പൊ ഇത് ഈ ഗ്രാസ് ലാൻഡ്സിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണോ ഈ കാറ്റലെല്ലാം ആ ഗ്രാസ് ലാൻഡ്സിന്റെ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതേപോലത്തെ ചിത്രങ്ങൾ ഇപ്പൊ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ കണ്ട പോലത്തെ തന്നെ ചിത്രങ്ങള് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് എന്നുള്ള റീജിയൻ തൊട്ട് കർണാടകയിലും കൊങ്കണിലെ ഗോവയിലും പലയിടത്തും നമ്മൾ ഇതുപോലത്തെ ബുൾ ചിത്രങ്ങൾ കാണാറുണ്ട്. സ്റ്റൈലിസ്റ്റിക്കലി വളരെ സിമിലർ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. കാസർഗോഡ് കണ്ട ചിത്രങ്ങൾ പോലെ തന്നെ വളരെ സാമ്യതയുള്ള ചിത്രങ്ങള് നമുക്ക് മഹാരാഷ്ട്ര തൊട്ട് മഹാരാഷ്ട്രയുടെ സദേൺ സിന്ധുദുർഗ് തൊട്ട് നമുക്ക് കാസർഗോഡ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കൂടുതലും കാണുന്നില്ല ബുള്ളിന്റെ ചിത്രങ്ങൾ, ഹ്യൂമൻ ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പം ഏതെങ്കിലും കാലഘട്ടത്തിൽ കാറ്റിൽ ബ്രീഡേഴ്സോ കാറ്റിൽ റിയറേഴ്സോ ഈ പശുക്കളെ വളർത്തുന്ന ആൾക്കാർ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള മൈഗ്രേഷനും തിരിച്ചുള്ള മൈഗ്രേഷനിൽ ഇവരെവിടെയെങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങൾ വരച്ചതാണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ബിക്കോസ് ഗുജറാത്തിലൊക്കെ ലേറ്റ് 70s-ലും 80s-ലും ഒക്കെ ആദ്യം ഉണ്ടായിരുന്ന ഡ്രോട്ടില് അവിടുത്തെ പശു വളർത്തുന്ന ആൾക്കാര് കേരളം വരെ വന്നതായിട്ട് നമുക്ക് എവിഡൻസസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ജോഗ്രഫിക്കൽ കലാമിറ്റിയിൽ ഇവരൊക്കെ മൈഗ്രേറ്റ് ചെയ്തതാണോ ഈ കൊങ്കണിന്ന് ഉള്ള ഒരു കാറ്റൽ ബ്രീഡേഴ്സിന്റെ മൈഗ്രേഷന്റെ ഒരു സൂചന ആണോ ഇത് എന്നുള്ളത് നമുക്കറിയില്ല. കർണാടകയിൽ അറ്റ്ലീസ്റ്റ് ബുൾ വർഷിപ്പും ചിലയിടത്ത് നേരത്തെ തന്നെ മുരുകേഷിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അരയത്തിപ്പാറ എന്ന് പറഞ്ഞ് ചിമ്മേനി കാസർഗോഡിന്റെ അടുത്ത് നന്ദകുമാർ കോറോത്ത് എന്ന് പറഞ്ഞ പ്രൊഫസർ നെഹ്റു കോളേജിലെ അദ്ദേഹം കണ്ടെത്തിയ ചിത്രങ്ങളാണ്. ഇതിനകത്ത് ബുള്ളും ഉണ്ട്, ഒരു മനുഷ്യന്റെ രൂപവും അതിന്റെ അടുത്ത് തന്നെ കാണുന്നുണ്ട്. ഇത് ലാറ്ററൈറ്റിലാണ് ഈ ചിത്രങ്ങള് അല്ലെങ്കിൽ ഈ റോക്ക് ആർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലത്തെ ചിത്രങ്ങള് ഇതേപോലത്തെ ബുൾ ഫിഗറൻസും ഈ ഹ്യൂമൻ ഫിഗറൻസും നമുക്ക് ഗോവയിലും കാണാവുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊങ്കൺ സ്ട്രെച്ചിലുള്ള മൈഗ്രേഷൻസിന് ഒരു വസ്തുത ഉണ്ടെന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ പെട്രോഗ്ലിഫ്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബംഗളം എന്ന് പറയുന്നിടത്ത് കാണുന്ന ഒരു വിശേഷത എന്താണ്, ഒരു പുലി ഓടുന്നതായിട്ടും പിന്നെ ഒരു പുലിയെ കെട്ടിയിട്ടതായിട്ടും കാണുന്നത്. ഈ മേലെ കാണുന്ന പുലി പായുന്ന രീതിയിലുള്ള ഒരു പെട്രോഗ്ലിഫും താഴെ ഇതിന്റെ ഒരു പുലിയെ കെട്ടിയിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു പെട്രോഗ്ലിഫും കാണുന്നതാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് ഒരു വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഉണ്ട്. ആ വെള്ളത്തിന്റെ അരികിൽ തന്നെ പുലിമട എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലാറ്ററൈറ്റിൽ ഒരു കേവ് പോലത്തെ ഒരു ഫോർമേഷൻ ഉണ്ട്. അപ്പം ഇത് ഈ അടുത്ത് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവര് കന്നുകാലികളെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഇവിടെ പുലിയുടെ എന്താ പറയുന്ന ഒരു സൂചനയാണോ ഈ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ അടുത്ത് തന്നെ ഒരു വെള്ളത്തിന്റെ സോഴ്സ് അടുത്തുള്ളിടത്താണ് ഈ ചിത്രങ്ങൾ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ലാതെ ചില കാൽപാദങ്ങളും ചില സെമി സർക്കുലർ ആയിട്ടുള്ള എന്താ പറയുക ഗ്രൂവിങ്സും നമുക്ക് ഇത് താഴെ കാണുന്ന പർബത്ത് കാവുന്നും മേലെ ഈ കാലിന്റെ പാദം കാണുന്നത് വലിയപറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ദാറ്റ് ഈസ് ഓൾസോ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് കാണുന്നത്. ഇതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള മൂട്ടീവ്സ്. കാപ്പിക്കുന്ന് അല്ലെങ്കിൽ വെല്ലിയമ്പ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ
പെട്രോഗ്ലിഫ്സ് അല്ലെങ്കിൽ റോക്ക് ആർട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോൾഡറിന്റെ മേലെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും കാണുന്ന ഇവിടെ കാണുന്ന സംഭവം ഒരു മാന്, കാൽപാദങ്ങള്, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അതല്ലാതെ ഈ ചിത്രങ്ങള് വളരെ ഇത് സോപ്പ് സ്റ്റോൺ ആയതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഒരു റോക്കാണ് ഇത് എൻഗ്രേവിംഗ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ഈ ഒരു അമ്പലവും ഉണ്ട്, ശിവന്റെ അമ്പലവും ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ഇത് ഒരു ലേറ്റർ മെഡീവൽ പീരീഡിൽ എങ്ങാനും ചെയ്ത വർക്കായിട്ടായിരിക്കും തോന്നുന്നത്. ഇതല്ലാതെ ഇതെല്ലാം പെട്രോഗ്ലിഫ്സ് എന്ന കാറ്റഗറിയിലാണ്, വേർ ഇറ്റ് ഇസ് ഗ്രൂവ്ഡ്, ദ റോക്ക് സർഫസ് ഇസ് ഗ്രൂവ്ഡ് ആൻഡ് ടു ക്രിയേറ്റ് ദ പെർട്ടിക്കുലർ ഇമേജ്. ഇത് അവിടുത്തെ ഇതിൽ തന്നെ ഉള്ളൊരു ക്ലോസപ്പ് ഫോട്ടോസ് ആണ്. കാൽപാദങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഹ്യൂമൻ ഫിഗേഴ്സ് സ്റ്റൈലിസ്റ്റിക്കലി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ട്രയാങ്കിൾസ് കണക്ട് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ഫിഗർ, അത് ഈ വലിയമ്പം കോട്ടയിലും ഉണ്ട്. അതുപോലെ തന്നെ തോരിമലയിലുള്ള ചിത്രങ്ങളിലും ഇങ്ങനെ ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ട്രയാങ്കുലർ ഫോർമേഷൻസ് ഇടയ്ക്കിലും നമുക്ക് കാണാം. ഇനി വളരെ കേരളത്തിലെ ഗുഹാചിത്രങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൈറ്റാണ് എടക്കൽ. എടക്കല് വളരെ ഫേമസ് ആയുള്ളൊരു റോക്ക് ആർട്ട് സൈറ്റ് ആണ്. ആൻഡ് ഇന്ന് ഇന്ത്യയിൽ പ്രോബബ്ലി ഏറ്റവും കൂടുതൽ പെട്രോഗ്ലിഫ്സ് കാണപ്പെടുന്നതും ഈ ഗുഹയിൽ തന്നെയാണ്. ഇവിടെ പല സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ നമുക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലും വളരെ മേലെ ഉയരങ്ങളിൽ ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രങ്ങൾ അത്രയും ഉയരത്തിൽ കൊണ്ടുപോയി അത് എൻഗ്രേവ് ചെയ്യാനും അത് കാർവ് ചെയ്ത് വെക്കാനും അതിന്റെ ഒരു പുറകിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കാം. അതിനകത്ത് ചിലപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സൈറ്റുകളിൽ പല കാലഘട്ടത്തിലും റോക്ക് ആർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. ഒരേ സ്ഥലത്ത് പല കാലഘട്ടങ്ങളിൽ ആൾക്കാർ വന്ന് അവിടെ ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്താനായിട്ട്. അപ്പൊ ചിലത് ഇതിനകത്ത് വോട്ടീവ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കാം. ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സംഘടനകളിൽ നിന്ന് മറികടന്നപ്പോൾ കൊടുത്ത ഒരു ഓഫറിങ് പോലത്തെ വോട്ടീവ് ആവാം. ചിലപ്പം അവര് മനസ്സിൽ വിചാരിച്ചത് സാധിച്ചുകൊണ്ടുള്ള ഒരു ഓഫറിങ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ പല രീതിയിലുള്ള ഓഫറിങ്സ് ആയിരിക്കാം. ചിലപ്പം അതൊരു പ്രൊട്ടക്റ്റീവ് സ്പിരിറ്റ് ആയിരിക്കാം. തെയ്യം പോലത്തെ ചില ഫോർമേഷൻസ് ആവാം. അങ്ങനെ ഷമനിസവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചില ഒരു കാറ്റഗറി പെടുന്നതാണ് ഈ എടക്കൽ എന്ന് പറയുന്ന ഗുഹകൾ. ഇവിടെ ഹ്യൂമൻ ഫോംസ് ഉണ്ട്, ആനിമൽ ഫോംസ് ഉണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആനിമൽ ഫോം എന്ന് പറയുന്നത് ഡിയർ ആണ്. അതല്ലാതെ എലിഫന്റ്സും ഡൗട്ട്ഫുള്ളി ചില ബുൾസും ഇവിടെ കാണുന്നുണ്ട്. ദർ ഇസ് ഓൾസോ പ്രോബ്ലി എ ഹോഴ്സ് ഓൾസോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പല കാലഘട്ടത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റൈലിന് വ്യത്യാസം നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ സ്റ്റൈലിന്റെ വ്യത്യാസം കൊണ്ട് തന്നെ നമുക്കൊരു രൂപം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആന്റിക്വിറ്റി അല്ലെങ്കിൽ ഇത് ഏതൊക്കെ കാലഘട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പഴമയുള്ളത് ഏതാണെന്നുള്ളത് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ നടുക്ക് കാണുന്ന ചിത്രങ്ങളിൽ ഈ ഇവിടെ ഒരു ഹ്യൂമൻ ഫിഗർ കാണാം. തലയിൽ എന്തോ ഒരു കിരീടം പോലെയൊക്കെ വെച്ചിട്ടുള്ള ഈ നടുക്കിലുള്ള ചിത്രങ്ങളാണ്. ഇത് കയറി വരുമ്പോൾ തന്നെ ആദ്യം ലെഫ്റ്റിൽ കാണുന്ന സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ 2 ചിത്രങ്ങൾ രേഖപ്പെടുത്തിയത്. ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ കേരളത്തിലെ ഈ എടക്കൽ എന്ന് പറയുന്ന ഷെൽട്ടറിനകത്തെ ആദ്യത്തെ ചിത്രങ്ങൾ എന്നാണ് നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത. ബിക്കോസ് ഇതിന്റെ ഈ ഒരു ഫിഗേഴ്സിന്റെ ഡയറക്ഷനിലാണ് ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ആനയായാലും ഇവിടെ ഒരു സ്ത്രീ നടന്നു വരുന്നതായാലും ഇതൊക്കെ ഈ ചിത്രങ്ങളുടെ നേരെയാണ് വരുന്നത്. അപ്പൊ ഈ ചിത്രങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം ഇത് ചെയ്തിരിക്കും. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇതിന്റെ മേലെ ഒക്കെ ഈ ചിത്രങ്ങൾ വന്നിരിക്കുന്നത്. സോ ടെക്നിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഈ ചിത്രങ്ങളാണ് ഈ 2-3 ചിത്രങ്ങളാണ് ഇവിടെ കാണുന്ന 2-3 ചിത്രങ്ങളാണ് ഈ എടക്കൽ ഗുഹയിലെ ഏറ്റവും പഴമയേറിയതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഫിഗറിൻസും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഒരു സ്റ്റൈലിസ്റ്റിക്കലി ഡീവിയന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഫിഗർ വിത്ത് സം
തലയുടെ മേലെ എന്തോ ഒരു കിരീടം വെച്ചിരിക്കുന്ന പോലെ ഒരു സംഭവം കാണാവുന്നതാണ്. ഈ എൻഗ്രേവിങ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇടയ്ക്കൽ തന്നെ മേലെയും താഴെയും കാണുന്ന 2 എൻഗ്രേവിങ്സ് ആണ്. ഈ എൻഗ്രേവിങ്സ് കുറെ കൂടെ ഡീപ്പർ ആയിട്ടുള്ള എൻഗ്രേവിങ്സ് നമ്മൾ കുറെ കൂടെ പഴമയേറിയതും ഇത് ഈ വളരെ തിന്നായിട്ടുള്ള സംഭവം ചെയ്തത് പിൽക്കാലത്ത് ചെയ്തതുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വളരെ തിന്നായിട്ടുള്ളത് അയൺ പോലത്തെ ഇംപ്ലിമെന്റ്സ്, വളരെ ഷാർപ്പായിട്ട് നാരായണൻ പോലത്തെ വളരെ ഷാർപ്പായിട്ടുള്ള ആണി പോലത്തെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വളരെ ഷാർപ്പായിട്ടുള്ള എൻഗ്രേവിങ്സ്. അപ്പം ഇത് 2 രീതിയിലുള്ള ബ്രോഡായിട്ട് ഒരു ചിസൽ പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ച് ചെയ്തതും ഉണ്ടാവാം, വളരെ ഷാർപ്പായിട്ട് ഇപ്പം എന്താ പറയുക ഒരു നെയിൽ ഹെഡോ അല്ലെങ്കിൽ ഒരു നാരായൺ പോലത്തെ ഒരു സംഭവം കൊണ്ട് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. അപ്പൊ ഈ വളരെ ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അയൺ ഇംപ്ലിമെന്റ് കൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രൂവിങ്സ് വളരെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇതിന്റെ സ്റ്റൈൽ വൈസ് ഇതിനെ ചിസൽ സ്റ്റൈലും അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വേറെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റ് കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു എൻഗ്രേവിംഗ് നടത്തുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ നാരോ ആയിട്ടുള്ള രീതിയിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റൈലുമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഈ സ്റ്റൈല് പിൽക്കാലത്ത് വന്നതാണ് എന്നുള്ളത് നമ്മൾക്ക് പല ഗുഹകളും നോക്കുമ്പോൾ കാണാം. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടക്കലിലെ ഗുഹാചിത്രങ്ങൾ എല്ലാം ഒരേ സമയത്ത് ഉണ്ടാക്കപ്പെട്ടതല്ല, പല കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട ചിത്രങ്ങളുണ്ട്. റൈറ്റ് അപ് ടു നമ്മൾ 19th സെഞ്ചുറി വരെയും ചിലപ്പോൾ അവിടുത്തെ ചിത്രങ്ങൾ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ നടുക്ക് കാണുന്ന 2 ചിത്രങ്ങളാണ് ഏറ്റവും പഴമയേറിയത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പഴമയേറിയ ചിത്രങ്ങളിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നല്ലൊരു ട്യൂബ് ഷേപ്ഡ് ബോഡിയും 2 കാലുകൾ വളരെ ഡീപ്പായിട്ട് എൻഗ്രേവ് ചെയ്തിട്ട് കൈ മേലോട്ടാക്കി കയ്യിൽ എന്തോ കുരിശോല പോലത്തെ എന്തോ ഒരു സംഭവം പിടിച്ചിട്ട് അതുപോലെ തന്നെ തലയിലും ഓലയുടെ ഒരു കിരീടം വെച്ച പോലെയുള്ള രീതിയിലുള്ള ഒരു ഫിഗേഴ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ തലയിൽ കാണുന്ന കിരീടം പോലെ സംഭവം ഒരു ഷെമേസ്റ്റിക് ക്യാരക്ടർ ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് പല ചിത്രങ്ങൾക്കും അവിടെ കാണാം. അപ്പൊ ഇതാണ് ഈ ട്യൂബുലർ ബോഡി കാണുന്നതാണ് earliest ഫിഗേഴ്സ് എന്ന് നമുക്ക് അതിനകത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഹെമിസ്ഫിയറിക്കൽ ആയിട്ടുള്ള ചിത്രങ്ങളും പിന്നെ ഈ ട്രയാങ്കുലേറ്റ് ആയിട്ടുള്ള ഫോർമേഷൻസും ഉപയോഗിച്ച് ഹ്യൂമൻ ബോഡി രേഖപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗുഹാചിത്രങ്ങൾ എന്ന് നമ്മൾ തോന്നുന്നു. ഇതിനകത്ത് പല രീതിയിൽ അതിന്റെ 2 സൈഡിലുള്ള വാൾസിലും ഇതുപോലത്തെ ചിത്രങ്ങളുണ്ട്. പലതരം ചിത്രങ്ങളുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക ഒരു ബേർഡ് ഹെഡഡ് ഒരു ഹ്യൂമൻ ഫിഗറിനെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പലതരം ഹ്യൂമൻ ഫിഗേഴ്സ് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ളതും ജോമെട്രിക്കൽ മോട്ടീവ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച പോലെ വെള്ളയമ്പലം കോട്ട എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് വെറുതെ കാലൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ ഫിഗേഴ്സ് ഒക്കെ വളരെ ലേറ്റ് ഒറിജിൻ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ഇതല്ലാതെ ഇങ്ങനെ ട്രയാങ്കിൾസ് കൊണ്ട് സം പീപ്പിൾ വുഡ് സേ, സം സ്കോളേഴ്സ് സേ ദാറ്റ് ദീസ് ട്രയാങ്കിൾസ് റെപ്രസെന്റ് ഫീമെയിൽ ഓർഗൻ. സോ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഫെർട്ടിലിറ്റി കൾട്ടിന്റെ ഒരു ഭാഗമായിട്ടും ഈ ചിത്രങ്ങളെ ചിലര് വ്യാഖ്യാനിക്കാറുണ്ട്. ഇടയ്ക്കൽ കാണുന്ന എന്താ പറയുക ഈ ബേർഡ് headed figure is also found in the Marayur region from pictographs, and also it is found on Tamil Nadu, and in Karnataka there are also some megalithic monuments. അല്ലെങ്കിൽ മഹാശിലായുഗത്തിന്റെ മോണുമെന്റ് ഉണ്ട് വേർ ചിറകുള്ള ഒരു മനുഷ്യരൂപത്തിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്താണ് എന്നുള്ളത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. വെദർ ഈ ബേർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം സോളിന്റെ കാരിയർ ആണോ ടുവേർഡ്സ് ഹെവൻ എന്നൊക്കെ ഉള്ള രീതിയിൽ some scholars have interpreted it. So ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രയാങ്കുലർ ആയിട്ടുള്ള ഫോർമേഷൻസ് വരുന്ന ഹ്യൂമൻ ഫിഗേഴ്സ് ലേറ്റ് ആണെന്ന് അല്ലെങ്കിൽ മെഗാലിത്തിക് പീരീഡിൽ ഇതുപോലെ ഇപ്പം അജിച്ചന്നൂർ പോലുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. സോ മെനി ഓഫ് ദീസ് ഹ്യൂമൻ ഫിഗേഴ്സ് വിച്ച് ഹാവ് ഗോട്ട് ട്രയാങ്കുലർ ബോഡി സ്ട്രക്ചർ ആർ വെരി ലേറ്റ് ഇൻ ഒറിജിൻ. ആൻഡ് ഓരോ കാലഘട്ടത്തിൽ ദാറ്റ് ഇസ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ഫോർമേഷനിൽ നിന്ന് പിന്നെ ഒരു കർവേച്ചറോട് കൂടിയുള്ളതും പിന്നെ ട്രയാങ്കുലർ ഫോർമേഷൻസിലും നമുക്ക് പോകുന്ന രീതിയിലുള്ള സ്റ്റൈല് കാണുന്നതാണ്. സോ ഈ ട്രയാങ്കുലർ ആയിട്ട് ജോമെട്രിക്കൽ മോട്ടീവ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന സ്റ്റൈല്
വളരെ ലേറ്റ് ആണ്. ബിക്കോസ് അത് പല സൈറ്റിലും അതിന്റെ കൂടെ കിട്ടുന്ന അസോസിയേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വളരെ ലേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ ഈ ജോമെട്രിക്കൽ മോട്ടീവ്സ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ചിലയിടത്ത് ജോമെട്രിക്കൽ മോട്ടീവ്സ് ക്യാൻ ബി ഏർലി, ബട്ട് കേരളത്തിലെ ഒരു മൊത്തത്തിലുള്ള ഒരു അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ ജോമെട്രിക്കൽ മോട്ടീവ്സ് യൂസ് ചെയ്യുന്ന ഫിഗേഴ്സ് ആർ ഓഫ് ലേറ്റർ. എടയ്ക്കൽ ഗുഹയില് 2 ഷെൽട്ടേഴ്സ് ഉണ്ട്, ഒന്ന് മേലെയും ഉണ്ട് താഴെയുണ്ട്. ഇപ്പൊ ഈ മേലത്തെ ഷെൽട്ടറിൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഈ എൻഗ്രേവിങ്സ് കാണുന്നത്. ഈ എൻഗ്രേവിങ്സ് കാണുന്ന സ്ഥലത്ത് മണ്ണുണ്ട്. ഇത് 2-3 പ്രാവശ്യം ആ എടയ്ക്കൽ ഗുഹയുടെ അകത്തുനിന്ന്, എടയ്ക്കൽ ഷെൽട്ടറിന്റെ അകത്തുനിന്ന് മണ്ണ് എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് എടുത്തപ്പോഴൊന്നും അവിടെ ഒരു ആൾക്കാർ അവിടെ വസിച്ചു ചേരുന്നതായിട്ടോ താമസിച്ചിരുന്നതായിട്ടുള്ള എവിഡൻസസ് നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ ഫൈൻ ആയിട്ടുള്ള മണ്ണ് മഴയിലും ഇതിലൊക്കെ വന്ന് വീണ് അവിടെ സെറ്റിൽ ആയുള്ള മണ്ണിന്റെ ഒരു പ്രകൃതിയാണ്. അപ്പൊ അവിടെ സെറ്റിൽ ചെയ്തായിട്ട് മനുഷ്യർ അവിടെ അതിനകത്ത് ഈ ഗുഹകളിനകത്ത് ഈ ചിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുഹകളിനകത്ത് താമസിച്ചായിട്ടുള്ള എവിഡൻസസ് നമുക്കില്ല. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ ഗുഹാചിത്രങ്ങൾ കാണുന്ന ഗുഹയ്ക്കകത്തും ഷെൽട്ടറിനകത്തുനിന്നും ഹാബിറ്റേഷനുള്ള എവിഡൻസ് അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്നു എന്നുള്ള എവിഡൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ഗുഹാചിത്രങ്ങൾ കാണുന്ന കേവ്സോ ഷെൽട്ടേഴ്സോ അതിന് ഒരു റിച്വലിസ്റ്റിക് ഉള്ള വളരെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാവാം ആണ് നമുക്ക് കൂടുതൽ അതിനകത്ത് ചാൻസസ് വരുന്നത്. ഇപ്പൊ ഇടയ്ക്കില് 4-5 ഇൻസ്ക്രിപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഏറ്റവും ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് 2nd സെഞ്ചുറി AD ഈ ചിത്രങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നത് ഇതിന്റെ ഏറ്റവും സദേൺ എൻഡിലേക്കാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ there are so many motives which can have parallels in modern lifestyle. ഇപ്പൊ ഇവിടെ ഒരു സ്ത്രീ പോലത്തെ ഒരു രൂപം കാണാം. അതിനകത്ത് പുറയിൽ എന്തോ ഒരു ഇതിനകത്ത് ഒരു കുട്ടി ഇരുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഹ്യൂമൻ ഫിഗറിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇത് ഇപ്പോഴും ട്രൈബൽ ഏരിയയിലൊക്കെ കുട്ടികളെ ഇങ്ങനെ പുറകിലെ നാപ്സാക്ക് പോലത്തെ ഇത് കെട്ടിയിട്ട് ജോലി എടുക്കുന്ന കാണാം. അപ്പം അവർക്ക് ഹാൻഡ്സ് ബേസിക്കലി അവരുടെ വർക്കിന് ഫ്രീ ആവും, കുട്ടികൾ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ രീതിയിൽ. അപ്പൊ അങ്ങനത്തെ സോഷ്യൽ ലൈഫിന്റെ റിഫ്ലക്ഷൻസ് ഉള്ളതും അപ്പാർട്ട് ഫ്രം റിലീജിയസ് സം സോഷ്യൽ മോട്ടീവ് ഓൾസോ സീം ടു ബി there in this thing. Then I told you ഏറ്റവും കൂടുതൽ കാണുന്ന മൃഗം എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിയേഴ്സ് ആണ്. പലതരം ആന്റിലോപ്സിനെയും ഡിയറിനെയും കാണിക്കാനുണ്ട്. Elephant is also there, and sometimes rarely also some animals look like bull. ഇതിപ്പം ബുള്ളക്കാർട്ട് ആണോ എന്നറിയില്ല, പക്ഷെ ബുള്ളക്കാർട്ട് പോലത്തെ കാർട്ട് പോലത്തെ റെപ്രസെന്റേഷൻസും അവിടുത്തെ റോക്ക് ആർട്ടിൽ കാണാനാണ്. ചിലത് പ്ലാന്റ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ജോമെട്രിക്കൽ ആയിട്ടുള്ള സർക്കിൾസ് വിത്ത് ക്രോസസ്, ചിലത് വീല് പോലെ ഇരിക്കും. അങ്ങനത്തെ സർക്കിൾസും ക്രോസസും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ആനിമൽ ചിലപ്പം കുതിരയാവാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലാഡേഴ്സിന്റെ റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ലാഡേഴ്സിന്റെ റെപ്രസെന്റേഷന്റെ മേലെ ഇപ്പൊ ഈ ലെഫ്റ്റിൽ കാണുന്ന ഒരു ചിത്രത്തിനകത്ത് ഒരു ലാഡറിന്റെ മേലെ ഒരു ഹ്യൂമൻ ഫിഗർ പോലത്തെ ഒരു സംഭവം വളരെ ലാർജ് ആയിട്ട് ലാഡറിനെക്കാട്ടി വലിയൊരു ഹ്യൂമൻ ഫിഗർ അതിന്റെ മേലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ലാഡറിന്റെ ഉപയോഗം ഈ ബുദ്ധിസത്തിനകത്തും എന്താ പറയണം ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ സ്വർഗത്തിലേക്ക് പോവാനായിട്ടുള്ള ഒരു മീൻസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ കഥ റെപ്രസെന്റ് ചെയ്താണോ പറ്റില്ല. പക്ഷെ spiritual meaning where it's an access or it's a appendage for accessing heaven എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ബുദ്ധിസവും ക്രിസ്ത്യാനിറ്റിയിലും നേരത്തെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ ആരാണ് ഇതിനെ രേഖപ്പെടുത്തി ഉള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഫെസറ്റ് തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് അവിടുത്തെ ലോക്കൽ ട്രൈബൽസ് ആയിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ വയനാടും നീൽഗിരീസിലെ ഹിൽസിൽ കുറുംബാസ് എന്ന് പറഞ്ഞൊരു
കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കുറുമ്പ കമ്മ്യൂണിറ്റി ആൾക്കാർ അവർ ബ്ലാക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യുകയും അവരവരുടെ വീടുകളിൽ പെയിന്റിങ് ചെയ്തതുമായിട്ട് ബ്രിട്ടീഷ് പീരീഡിലെ റെക്കോർഡ്സിൽ എവിഡൻസസ് ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ചിത്രം ഈ കുറുമ്പാസ് എന്ന് പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പ് അവിടെ ഇരിക്കുന്നതുമായിട്ടുള്ളതാണ്. അവരുടെ ഹട്ടിന്റെ ചുവരിൽ നമുക്ക് പലതരം സംഭവങ്ങൾ പെയിന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇന്നും കുറുമ്പ ട്രൈബൽസ് നീൽഗിരി പ്ലേറ്റിലുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെള്ളരിക്കൊമ്പ എന്ന് പറയുന്ന സ്ഥലത്തില് അവരുടെ ആ ഹില്ലിൽ കാണുന്ന റെപ്രസെന്റേഷൻസ് ആണ്. പലതരം വലിയ ഹെഡ് ഗിയർ ഒക്കെ ഉപയോഗിക്കുന്ന വളരെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എടയ്ക്കൽ പോലെ തന്നെയാണ്. എടയ്ക്കൽ എൻഗ്രേവിംഗ് ആണ്, ഇത് പെയിന്റിംഗ് ആണെന്നാണ് ഇത് വിശ്വസിക്കുന്ന അവിടുത്തെ ട്രൈബൽസ് ഇവരുടെ ആൻസെസ്റ്റേഴ്സ് ഇത് ഉണ്ടാക്കിയതാണ്. അവരതിനെ മലദൈവം, ഒലി ദൈവം എന്നൊക്കെ പറഞ്ഞ് പല ദൈവങ്ങളുടെ പേരൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കിയ സമയത്തും ഇതേ തന്നെ ആയിരുന്നു ഇതിന്റെ നോമൻക്ലേച്ചർ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാര് അത് അവരുടെ ഡിവിനിറ്റീസ് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പെയിനെ കെട്ടിയിടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പിരിറ്റ്സിനെ കെട്ടിയിടുന്ന ഒരു റെപ്രസെന്റേഷൻ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ താഴത്തെ ഭാഗത്തെ 2 കാൽപാദങ്ങളും ഒരു വലിയ ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത് ആ സ്പിരിറ്റിനെ തളയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് അവര് പറയുന്നത്. ഇതുപോലെ തന്നെ ഇന്നും വയനാട് ചുരം കയറി ചെല്ലുമ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു മരത്തിലെ മേലെ ഒരു ചങ്ങല കിടക്കുന്നതാണ്. ആ ചങ്ങല അന്ന് ആ ചുരം ഉണ്ടാക്കാൻ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്ന ട്രൈബലിനെ അവിടുത്തെ ബ്രിട്ടീഷേഴ്സ് കൊന്നതിന് ശേഷം അവരുടെ ആ സ്പിരിറ്റ് അവിടെ വാഹനങ്ങൾക്കും ഇതിനൊക്കെ ആക്സിഡന്റും പലതരം തടസ്സങ്ങളും ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് ആണ് ഈ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇന്നും നമുക്ക് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രവും ഈ ചങ്ങലയും ഒരു മരത്തിലൂടെ അറ്റാച്ച് ചെയ്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ചങ്ങലയും കാണാം. അത് തന്നെയാണ് ഇവിടെ ഈ വെള്ളരിക്കൊമ്പയിലും വിശ്വാസം. ആ സ്പിരിറ്റിനെ ആ ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടു എന്നുള്ള രീതിയിലാണ് അവര് വ്യാഖ്യാനിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിക്ടോഗ്രാഫ്സും പെട്രോഗ്ലിഫ്സും സോഷ്യൽ ആയിട്ടുള്ള ചില ചില ക്യാരക്ടേഴ്സ്, ചില സംഭവങ്ങളും കൂടെ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അത് ആനിമിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് ആകാം, ചിലപ്പോൾ ഭൂതവർഷിപ്പിനെ കുറിച്ച് ഫാസറ്റും പറയുന്നുണ്ട്. അത് അവിടെ ഇന്നും ഭൂതവർഷിപ്പും നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലും അഡ്ജോയിനിങ് കർണാടകയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആൻസെസ്റ്റർ വർഷിപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അതിന്റെ ഈ ഭൂതവർഷിപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന തെയ്യവും മുത്തപ്പനും ഒക്കെ ഈ ആൻസെസ്റ്റർ വർഷിപ്പിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില അവിടുത്തെ ഇടയ്ക്കലിൽ ഗുഹാചിത്രങ്ങളില് തെയ്യത്തിന്റെയും ഭൂതാസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഭൂതകോലയുടെ ഒക്കെ ഒരു റെപ്രസെന്റേഷന്റെ ഒരു ക്യാരക്ടർ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ കാണുന്നത് ഈ ആദ്യത്തെ ഞാൻ നേരത്തെ കാണിച്ച ചിത്രം തന്നെയാണ്. വലിയ തലയിൽ ഒരു കിരീടം പോലെ വെച്ചിട്ട് കയ്യില് ഓല വെക്കുന്ന പോലെ രീതിയിൽ ഇതേപോലത്തെ നമുക്ക് തെയ്യം ഫോംസും നമുക്ക് കാണാവുന്നതാണ്. ഈ തെയ്യം ഫോംസിനൊക്കെ വളരെ വലിയ ലാർജ് ആയിട്ടുള്ള ഹെഡ് ഗിയർ ഉണ്ടാവും. ആ ഹെഡ് ഗിയർ സപ്പോർട്ട് ഇപ്പൊ നടുക്കിലത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ വളരെ ഒരു ലേഡി ഫിഗർ ആണ് കാണുന്നത്. ആ ലേഡിയുടെ തലയിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇതുണ്ട്, ഒരു കിരീടം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് 2 കൈയിലും സ്ട്രിങ്സ് പിടിച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നത്. അത് ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെയ്യം ഫോംസുമായിട്ട് ഫീമെയിൽ തെയ്യം ഫോംസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ 2 ചിത്രങ്ങളും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെയ്യം ഫോംസുമായിട്ട് സിമിലർ ഉണ്ട്. ഇവിടെ ഈ തെയ്യത്തിന്റെ ഒരു ലാർജ് ഹെഡ് ഗിയർ ഇതുപോലെ തന്നെ ഇന്നത്തെ തെയ്യം പ്രാക്ടീസിനകത്ത് വളരെ ലാർജ് ഹെഡ് ഗിയർ ഉണ്ടാക്കി അത് 2 സൈഡിലും ബാലൻസ് ചെയ്യാനായിട്ട് 2 സ്ട്രിങ്സിൽ കയ്യിൽ പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതുപോലത്തെ തന്നെ ഫീമെയിൽ ചിത്രങ്ങൾ നമുക്ക് എന്താ പറയുന്ന എടക്കൽ ഗുഹയിലും കാണാവുന്നതാണ്. അപ്പം ഒരു പക്ഷേ ആണെങ്കിൽ ഇത് ഈ ഭൂത വർഷിപ്പിന്റെയും ആൻസെസ്റ്റർ വർഷിപ്പിന്റെയും ഇന്ന് കാണുന്ന തെയ്യത്തിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ ഒരു ആൻസെസ്റ്റർ വർഷിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാവാൻ ചാൻസസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ പോട്ടിൽ കാണുന്ന ചിത്രവും ഇതുപോലെ തന്നെ തെയ്യവുമായിട്ട് സിമിലർ ആയിട്ടുള്ള പോട്ട്സ് ആണ്. ദീസ് ആർ ആക്ച്വലി ഇതിനകത്ത് ചാരം അടങ്ങിയിട്ടുണ്ട്. ഇത് ബെറിയൽ പോട്ട്സ് ആണ്. ഇതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഡിഗിങ്ങില് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് കിട്ടിയതാണ്.
സോ ഈ ബെറിയൽ പോട്ട്സിനകത്തും ഈ സംഭവം നമുക്ക് ഈ തെയ്യം പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭൂതാസിനെ നമ്മൾ അപ്ലിക് വർക്കായിട്ടും നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ഇന്നും പതിനായക്കൻസും ചോളനായക്കൻസും നിലമ്പൂരിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതുപോലത്തെ ഈ ബ്രാസിന്റെ ആൻസെസ്ട്രൽ ഫിഗേഴ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഈ പ്രക്രിയ ഇവിടെ ബ്രോൺസിന്റെ ഫിഗേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് വർഷിപ്പ് ചെയ്തു വരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് മത്തീരും നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഇതുപോലത്തെ ഇമേജസ് ഉണ്ടാക്കി ഇവിടുത്തെ ആൻസെസ്റ്റേഴ്സ് വർഷിപ്പ് ചെയ്തിരുന്നു എന്നുള്ളത്, മലയേറിയൻസും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഐഡൽസ് ഉണ്ടാക്കിക്കൊണ്ട് വർഷിപ്പ് ചെയ്യുന്നു എന്നുള്ളത് എവിഡൻസ് ഉണ്ട്. ദാറ്റ് മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിനെ സ്വാംശീകരിച്ച് അല്ലെങ്കിൽ ആവാഹിച്ച് ഇതുപോലത്തെ മെറ്റലിനകത്ത് വെക്കും. ആ മെറ്റല് പിന്നെ അവർ വീടുകളിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ എൻക്ലോഷർ ഉണ്ടാക്കി അതിൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു സംഭവം ഈ ഒരു ചിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മുത്തപ്പൻ തെയ്യവും ഒക്കെ ആയിട്ട് വളരെ സാമ്യത കാണുന്നതാണ്. മുത്തപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ഡാഡ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആൻസെസ്ട്രൽ സ്പിരിറ്റ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഈ തെയ്യവും ഭൂത കൾട്ടുമായിട്ടും വളരെയധികം സാമ്യതയും റിലേഷൻഷിപ്പും ഉള്ളൊരു കൾട്ടാണ്. ഇത് ജസ്റ്റ് ചിത്രങ്ങള്, ഗുഹാചിത്രങ്ങളാണ്. ഇത് തൊവരിമല എന്ന് പറഞ്ഞ് എടക്കലിന്റെ അടുത്തുള്ള ഒരു ഗുഹയിലാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ ഗോവിന്ദമൂല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന റോക്ക് സർഫസിൽ നമുക്ക് എൻഗ്രേവിങ്സ് കാണാവുന്നുണ്ട്. തെന്മേല എന്ന് പറയുന്ന സൈറ്റിലും ഒരു എൻഗ്രേവിംഗ് ഉണ്ട്. ഈ നടുക്ക് കാണുന്ന തെന്മേലാണ്. ഇതൊക്കെ പെട്രോഗ്ലിഫ്സിന്റെ കാറ്റഗറി പെടുന്ന ഗുഹാചിത്രങ്ങളാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോമെട്രിക്കലായിട്ട് ഈ ലേറ്റർ പീരീഡിലെ ചിത്രങ്ങൾ കൂടുതലും ജോമെട്രിക്കലാണ്. സ്ക്വയർസ് ഉണ്ടാവാം, ട്രയാങ്കിൾസ് ഉണ്ടാവാം, സർക്കിൾസ് ഉണ്ടാവാം, ചിലപ്പോൾ ആരോസ് ഉണ്ടാവാം. അതുപോലത്തെ ജോമെട്രിക്കൽ മോട്ടീവ്സ് കൂടുതലായിട്ട് കാണുന്നതാണ് ലേറ്റർ പീരീഡിലെ ഗുഹാചിത്രങ്ങളിൽ. അതല്ലാതെ ഈ ഗുഹാചിത്രങ്ങളിലെ എൻഗ്രേവിങ്സ് അല്ലാതെ ചിലയിടത്ത് ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ കാണാം. അപ്പൊ ഈ കുഴികളിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു ഫോർമേഷനിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർമേഷനിൽ ആയിരിക്കില്ല. അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കുഴികൾ ഒരു കപ്പ് പോലത്തെ ഒരു കൈ കുമ്പിള് പോലെ നിൽക്കുന്ന ചെറിയ ഗുഹകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴികൾക്കാണ് നമ്മൾ ക്യൂപ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ക്യൂപ്യൂൾസ് നാച്ചുറലും ആവാം, മാൻമെയ്ഡും ആവാം. നാച്ചുറൽ എന്ന് പറയുന്നത് റോക്കിന്റെ ഫോർമേഷൻസിനകത്ത് ചിലപ്പം ചില ഇംപ്യൂരിറ്റീസോ ചില സംഭവമോ ഉണ്ടായിട്ട് അവിടുന്ന് അത് അടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ക്യൂപ്യൂൾ ഉണ്ടാവാം. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് പരിശോധിച്ചതിന് ശേഷം ഇത് നാച്ചുറൽ ആണോ മാൻമെയ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ വ്യാഖ്യാനിക്കാവുള്ളൂ. ഇത് പലപ്പോഴും ഒരേ സ്ഥലത്ത് പലവട്ടം അടിച്ചടിച്ച് ഉണ്ടാക്കുന്ന കുഴികളാണ്. അപ്പം തന്നെ അതിൽ നിന്ന് മനസ്സിലാവാം അതിന്റെ നിർമ്മിതിക്ക് പിറകിൽ തന്നെ എന്തോ ഉള്ള എന്താ പറയണേ ഇൻടാഞ്ചിബിൾ ആയിട്ട് എന്തോ ബിലീഫുകൾ ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തോ അതല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കുത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഉണ്ടാക്കിയതിന്റെ പിറകിൽ എന്തോ ഒരു കാരണമുണ്ട്. ഇതിപ്പോ താഴെ കാണുന്ന ഈ നടുക്ക് കാണുന്നത് ഒരു ലാട്രൈറ്റിക് സ്റ്റോണില് ഒരു വുഡ് സ്റ്റോണിന്റെ മേലെ ഒരു മെഗാലിത്തിക് പീരീഡിൽ കാണുന്ന ക്യൂപ്യൂൾസ് ആണ്. ചില സ്കോളേഴ്സ് ഇങ്ങനത്തെ ക്യൂപ്യൂൾസിനെ കോൺസ്റ്റലേഷൻസ് ആയിട്ടും ഈ എന്താ പറയണ സ്റ്റാർസിന്റെ കോൺഫിഗറേഷൻസ് ഉണ്ടല്ലോ, കോൺസ്റ്റലേഷൻസ്, അതുമായിട്ടും കമ്പയർ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എക്സാക്ട്ലി ഇത് എന്താണെന്നുള്ളത് ഇനി വ്യക്തമല്ല. ചില സ്കോളേഴ്സ് ക്യൂപ്യൂൾസിനെ റോക്ക് ആർട്ടിനകത്ത് പെടുത്താറുമില്ല. പക്ഷെ ജനറലി ഈ ക്യൂപ്യൂൾസ് റോക്ക് ആർട്ട് കാണുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. ഇപ്പൊ നേരത്തെ ഈ മേലെ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ചിത്രം തൊവരിമലയിൽ നിന്നാണ്. അപ്പൊ തൊവരിയില് നമുക്ക് എൻഗ്രേവിങ്സും ഉള്ള സ്ഥലമാണ്, പെട്രോഗ്ലിഫ്സും ഉള്ള സ്ഥലമാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒന്നിച്ച് രേഖപ്പെടുത്തും. ഇത് ആങ്കോട് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കാണുന്ന പെട്രോഗ്ലിഫ്സ് ആണ്. വളരെ ഷാർപ്പായിട്ട് ഉള്ള മോട്ടീവ്സ് ആണ്. സർക്കിള്, ഇതുപോലെ ക്ലോക്ക് ഡയല് പോലത്തെ സംഭവങ്ങളും സ്ക്വയേഴ്സും. ഇത് എഴുത്തുള്ള പൂയംകുട്ടി എന്ന് പറഞ്ഞ് ഉള്ള സ്ഥലത്ത് നിന്നുള്ള എൻഗ്രേവിങ്സ് ആണ്, റോക്ക് ആർട്ടാണ്. ഇവിടെയും നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള എൻഗ്രേവിങ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. സ്ക്വയർസ്, ലാറ്റിസ്ഡ് സ്ക്വയർസ്, ഒരു സ്ക്വയറിനകത്ത് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു സ്ക്വയറിനകത്ത് ഒരു സർക്കിളും
പിന്നെ അവിടുന്ന് റേഡിയേറ്റ് ചെയ്യുന്ന റേസും അങ്ങനത്തെ മോട്ടീവ്സ് ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. പിക്ടോഗ്രാഫ്സ് പെയിന്റിങ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ വൈറ്റില് കാണാവുന്നതാണ്, റെഡിൽ കാണാവുന്നതുണ്ട്. ചിലപ്പോൾ വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തുള്ള രീതിയിലുള്ള പെയിന്റിങ്സ് നമുക്ക് കാണാം. ഇത് മറയൂർ റേഞ്ചിൽ നിന്നുള്ള പെയിന്റിങ്സ് ആണ്. ഒരു ഹ്യൂമൻ ഫിഗർ, അതിന്റെ പുറകില് നമുക്ക് ബുൾസിനെ കാണാം. അപ്പൊ ഇതിനകത്ത് ഈ ബുൾസ് ആണ് ആദ്യം വരയ്ക്കപ്പെട്ടത്. അതിന്റെ മേലെയാണ് നമ്മുടെ ഈ ഹ്യൂമൻ ഫിഗർ. ഈ ഹ്യൂമൻ ഫിഗർ ആരാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് അഗെയിൻ ഇറ്റ് സബ്ജക്റ്റഡ് ടു ഇന്റർപ്രിട്ടേഷൻസ്. നാച്ചുറൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് കാണാം. ഇപ്പൊ മാന്റെ ചിത്രങ്ങള്, ഒരു പന്നിയെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹണ്ടിങ് സീന് നമുക്ക് ഇതിവിടെ കാണാവുന്നുണ്ട്. അപ്പൊ പല രീതിയിൽ ഹ്യൂമൻ ഫോംസ് ഉണ്ട്, ആനിമൽ ഫോംസ് ഉണ്ട്, നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്, സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻസും നമുക്ക് പിക്ടോഗ്രാഫ്സിൽ കാണാവുന്നതാണ്. റെഡും വൈറ്റും അല്ലാതെ പ്യുവർ വൈറ്റിൽ മാത്രം രേഖപ്പെടുത്തിയ ചിത്രങ്ങളും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ആട്ടള എന്ന് പറഞ്ഞ ഒരു ഷെൽട്ടറിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റിൽ പെയിന്റഡ് ആയിട്ട് കാണുന്നത്. ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫെസ്റ്റിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ തമിഴ് ഇൻസ്ക്രിപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇത് വളരെ ലേറ്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ചിത്രങ്ങൾ ചിലപ്പം മെഗാലിത്തിക് മോണുമെന്റ്സിനകത്തുനിന്ന് ചിന്നവിദ്രു എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഒരാള് കുതിരപ്പുറത്തിരുന്നിട്ട് ഒരു കൊല വെട്ടുന്ന ഉള്ള ഒരു ശ്രമം നടത്തുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ചിത്രം ചുവപ്പ് പെയിന്റിങ്ങിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടി പഴമേറിയ ചിത്രങ്ങൾ ഇതിന്റെ പുറകില് വെള്ള നിറത്തിലും ചെയ്തതായിട്ട് കാണാം. ഇവിടെ നമുക്ക് കാണാം പുറകില് വെള്ള ചിത്രമുണ്ട്, അതിന്റെ മേലെയാണ് ഈ ചുവന്ന കളറിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് പണ്ടൊക്കെ സ്കോളേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ചുവപ്പിലുള്ള ചിത്രങ്ങൾ പഴയതും വെള്ള കളറിലുള്ള ചിത്രങ്ങൾ കാലക്രമേണ പുതിയതാണെന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ വെള്ളയുടെ മേലെ തന്നെ റെഡ് വരുമ്പോൾ ഈ റെഡ് പിൽക്കാലത്തും വെള്ള ഉപയോഗിച്ചതിന് ശേഷവും റെഡ് കളറിലുള്ള പെയിന്റിങ്സ് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരേ സൈറ്റിൽ പല കാലഘട്ടത്തിലുള്ള ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പം എഴുത്തള എന്ന് പറയുന്ന മറയൂരിലെ ചിത്രങ്ങളാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വരച്ചിരിക്കുന്നത് ഈ എന്താ പറയുന്നത് കാറ്റലിന്റെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ബുൾസിന്റെ ചിത്രങ്ങളാണ്. അതിന്റെ മേലെയാണ് ഈ ഹ്യൂമൻ ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയും. ഒന്നിന്റെ മേലെ കാണുന്നതിന് നമ്മൾ സൂപ്പർ ഇമ്പോസിഷൻ ഫിഗേഴ്സ് എന്ന് പറയും. നമ്മൾ ക്രോണോളജി നോക്കുകയാണെങ്കിൽ ആദ്യം വരച്ചത് ബുള്ള്, പിന്നെ അതിന്റെ മേലെ വരച്ചിരിക്കുന്ന ഇതായതുകൊണ്ട് ബുള്ളിനെ കാട്ടി ലേറ്റർ ആണെന്നുള്ള രീതിയിലായിരിക്കും ഈ ഹ്യൂമൻ ഫിഗർ വരുന്നത്. വെൻ ഡസ് ദിസ് ബുൾ ഫിഗർ ആൻഡ് ഫോൾ വിൽ ബി ഇമ്പോർട്ടന്റ് ഇൻ ഡിസൈഡിങ് ദ ഡേറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡിസൈൻ. അതല്ലാതെ വരയാടുകളും മാനും അങ്ങനത്തെ ചിത്രങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈപ്പത്തി അടയാളങ്ങളും ഈ ചിത്രങ്ങളിൽ റോക്ക് ആർട്ടിൽ കാണാവുന്നതാണ്. ഇതാണ് അതിന്റെ തന്നെ ഒന്നും കൂടെ ക്ലോസപ്പ് ബുൾ ചിത്രങ്ങള് ഹ്യൂമൻ ഫിഗർ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിൽ കാണുന്നത്. ആട്ടല്ല പോലത്തെ സ്ഥലങ്ങളിലുള്ള പെയിന്റിങ്സ്, ഇത് ഈ ക്രോക്ക്വിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊട്ടത്തോണിന്നിട്ട് ഉള്ള റെപ്രസെന്റേഷൻ അതിനകത്ത് ഹ്യൂമൻ ഫിഗേഴ്സ് നിൽക്കുന്നതായിട്ടുള്ള രീതിയിൽ അവിടെ കാണാം. അതുപോലെ തന്നെ ഡോഗ്, എലിഫന്റ്, ആന, കുതിര അങ്ങനത്തെ ചിത്രങ്ങളും ആട്ടലിൽ കാണാവുന്നതാണ്. ആട്ടല ഏറ്റവും കൂടുതൽ റോക്ക് ആർട്ട് വൈറ്റ് ആട്ടലെ കാണുന്ന ഫിഗേഴ്സ് ഒക്കെ വൈറ്റ് പെയിന്റിങ്സ് മാത്രമാണ്. അത് വളരെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. നാച്ചുറലിസ്റ്റിക് വളരെ കുറവാണ്. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആടുണ്ടായിരുന്നു, വരയാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആട്ടള എന്ന് പേര് വന്നത്. പക്ഷെ ആ പിക്ചർ നേരത്തെ ഡോക്ടർ മത്പാലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതവിടെ കാണുന്നില്ല. സോ ഇത് വൈറ്റ് കയോലിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഉടുമ്പുവിനെ പോലത്തെയുള്ള മൃഗങ്ങള്, കല്ലുവാഴ, പിന്നെ കോഴി, അവിടെ കാണുന്ന എന്താ പറയുക അങ്ങനത്തെ ചിത്രങ്ങളും ട്രൈഡന്റ് പോലത്തെ സാധനങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണാം. ഇപ്പൊ ഇതിനകത്ത് കൂടുതൽ ചിത്രങ്ങളും അവിടെ ഉള്ള ലോക്കൽ ആയിട്ടുള്ള വംശജർ തമിഴ് വംശജരാണ്. ഇത് പളനി ഹിൽസിന്റെ റേഞ്ചിലാണ് ഈ ഹിൽസ് വരുന്നത്. അപ്പൊ ഇത് പറക്കക്കാവടി പോലത്തെ കാവടിയുടെ ദൃശ്യമാണ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ
കൊടംകാവടി അല്ലെങ്കിൽ പാൽക്കാവടി, മറ്റേ മയിൽപീലി കാവടി, അങ്ങനത്തെയുള്ള സംഭവം ആണെന്നുള്ള രീതിയിൽ ചില ഹ്യൂമൻ ഫിഗേഴ്സിനെ സ്റ്റൈലിസ്റ്റിക് ആയിട്ട് ഡ്രംസ് കൊട്ടുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആട്ടളയിൽ കാണുന്ന ചിത്രങ്ങളാണ്. അപ്പൊ ഇത് ഈ തമിഴ് വംശജര് അവിടെ ആടിനെ മേയ്ക്കാൻ ചെല്ലുന്നതും പിന്നെ അവിടെ ഈ എന്താ പറയുക ലെമൺ ഗ്രാസിന്റെ ഓയിലിന്റെ മാനുഫാക്ചർ ഒക്കെ ഇവർ ഈ ലെമൺ ഗ്രാസിന്റെ കളക്ഷൻ ഒക്കെ അവിടെ നിന്ന് നടത്താറുണ്ട്. അപ്പൊ അത് അവരെ വിശ്രമിച്ച സമയത്ത് ഉണ്ടാക്കിയ ഒരു അതായത് ഈ ആട്ടല എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷെൽട്ടർ ഓൾസോ ഇൻ ദ മറയൂർ റീജിയൻ. അപ്പൊ ഇത് ഇറ്റ് ക്യാൻ ബി പാർട്ട് ഓഫ് എ ലെഷർ ആക്ടിവിറ്റി ഡിപിക്ടിങ് സോഷ്യൽ സീൻസ് ഓഫ് വിച്ച് ദേ വർ അവെയർ ഓഫ്. അതല്ലാതെ വായുമലയിൽ സംടൈംസ് യു ഓൾസോ നോട്ടീസ് എന്താ പറയുക ഹ്യൂമൻ ഹാൻഡിന്റെ ഇംപ്രഷൻസ് നമുക്ക് അവിടെ കാണാം. ചിലപ്പോൾ ഇത് ഔട്ട്ലൈൻ മാത്രമായിട്ടും കാണാം, ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്തുള്ള രീതിയിലും കാണാം. ചില ചിത്രങ്ങൾക്ക് പ്രോബ്ലി ബെറിയലുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. ഇതിപ്പോ താഴെ കാണുന്നത് ഒരു ബെറിയൽ പ്ലേസിൽ ഈ ഡെഡ് ബോഡി ക്യാരി ചെയ്യുന്ന ബിയറിന്റെ ഫോട്ടോ ആണ്. അതേപോലത്തെ സംഭവം അതേപോലത്തെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് റോക്ക് ആർട്ടിലും കാണാം. സോ അതേ ട്രൈബൽ പോപ്പുലേഷൻസ് ചെയ്തതാവാനാണ് വഴി. ആനക്കെട്ടപ്പാറ എന്ന് പറയുന്ന മെഗാലിത്തിക് സൈറ്റിലും നമുക്ക് ഇത് ഇങ്ങനത്തെ ഡോൾമെൻസ് എന്ന് പറയുന്ന മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ആണ്. അതിനകത്തും വെള്ള ഇതില് ചിത്രങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. സോ ഈ രേഖപ്പെടുത്തിയ ചിത്രങ്ങളിലുള്ളിൽ തമിഴില് കുപ്പം എന്ന് എഴുതിയ ഒരു ചിത്രം കാണുന്നു, ഒരു വെളിച്ചപ്പാടിന്റെ ചിത്രം പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ള പെയിന്റിങ്സ് പലപ്പോഴും ലേറ്റ് ആയിട്ടുള്ളത് ആണെന്ന് തോന്നുന്നു. ഈ എടക്കൽ അല്ല ഈ മറയൂർ റീജിയനില് പെയിനെ ഒഴിപ്പിക്കാൻ ഉള്ള രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ബെന്നി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ പല ചിത്രങ്ങളിലും ഈ സ്റ്റൈലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ലീനിയർ ആയിട്ട് വളരെ ലോങ് ആയിട്ട് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻസ് കാണുന്ന ഗുഹാചിത്രങ്ങള് ഇതേപോലത്തെ ഈ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഫിഗേഴ്സ് പെയിന്റിങ്ങിലും കാണുന്നുണ്ട്. സ്റ്റൈലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിലും ക്രോണോളജിക്കലി നോക്കുകയാണെങ്കിൽ ഈ എലോങ്ങേറ്റഡ് ഫിഗേഴ്സ് ആർ സ്ലൈറ്റ്ലി ലേറ്റർ ഇൻ പീരീഡ്. അതുകൊണ്ട് തന്നെ മോർ ദാൻ വൺ പീസസ് ഓഫ് പെയിന്റിംഗ് ആൻഡ് engravings are noticed in many places. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചിത്രങ്ങൾ ഈ കൈ മേലോട്ട് പൊക്കിയിട്ട് വെബ് ഫീറ്റ് ആയിട്ടുള്ള വെബ് ഹാൻഡ്സ് ആയിട്ടുള്ള ചിത്രങ്ങളെ പേയ് എന്നാണ് അവിടെ ലോക്കലായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് പേയ് ഒഴിപ്പിക്കാൻ പേയബാധ ഒഴിപ്പിക്കാനുള്ള രീതിയിലും ചില ഗവൺമെന്റ്സ് സൈറ്റ്സ് ഉപയോഗിച്ചതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ചിത്രങ്ങളെ ഇടയ്ക്കലും കാണുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പല വിശ്വാസങ്ങളുടെ ഫലസ്വരൂപമാണ് ഇങ്ങനത്തെ ചിത്രങ്ങളുടെ ക്രിയേഷൻസ്. ഇന്ന് മറയൂർ റേഞ്ചില് വെള്ള ഇപ്പൊ ഈ പ്രിപ്പയർഡ് സർഫസ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാത്ത സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ഓക്കറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഒരു ട്രൈഡന്റ് വരച്ചില്ല. ഈ ട്രൈഡന്റിന്റെ അടുത്ത് തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ് 6 ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ട്രൈഡന്റ് അവിടുത്തെ പല മെഗലിത്തിക്കൽ മോണ്യുമെന്റ്സിന്റെ അടുത്തും നാട്ടി വെച്ചിട്ടുണ്ട്. ഇത് കറുപ്പുസ്വാമിക്കാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവര് ലോക്കൽസിന്റെ അടുക്ക് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അതിനെ നാരങ്ങയൊക്കെ കുത്തിയിട്ട് വെച്ചിരിക്കുക. അപ്പൊ ഈ ട്രൈഡന്റ് എന്ന് പറയുന്ന സംഭവം ഇന്നും വർഷിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ട്രൈഡന്റ് റോക്ക് പെയിന്റിങ്സിലും കാണുന്നുണ്ട്, ഇംഗ്ലീഷ് ആൽഫബറ്റും കാണുന്നുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ഈ ട്രൈഡന്റിന്റെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഷോസ് ദാറ്റ് ഇത് വളരെ 20th സെഞ്ചുറി വരെയും ഇത് ആരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരല്ലേ പോയിട്ട് അവിടെ ആറെന്ന് ഇംഗ്ലീഷിൽ എഴുതുള്ളൂ. അപ്പം വളരെ ലേറ്റ് ആയിട്ടുള്ള പെയിന്റിങ്സും നമുക്ക് അവിടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഇതല്ലാതെ റോക്ക് എൻഗ്രേവിങ്സ് നേരത്തെ പറഞ്ഞ പോലെ പല മോട്ടീവ്സ് കാലുകള് അല്ലെ ഫീറ്റ് ഹാൻഡ് ഇതൊക്കെ ചിലപ്പോൾ വോട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതായിരിക്കും നമ്മൾ കാണുന്നത്. ഇതല്ലാതെ ഇതൊക്കെ സ്റ്റൈലിസ്റ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിഫന്റ് ആണ്. ഇതൊക്കെ വളരെ ലേറ്റ് ആയിട്ടുണ്ട്. പലയിടത്തും ഇതുപോലത്തെ ഒരു സ്ക്വയറിനകത്ത് ഒരു സെൻട്രൽ പോയിന്റും ഒരു ട്രൈഡന്റ് പോലത്തെ സംഭവം കാണാറുണ്ട് റോക്ക് ആർട്ടില്. പലരും ഇതിന്റെ ഫോട്ടോസ് അയച്ചിട്ട് ഇത് റോക്ക് ആർട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് റോക്ക് ആർട്ട് അല്ല, ഇത് പലപ്പോഴും ഇത് ഒരു സർവേ സിമ്പിൾ ആയിട്ട് ബ്രിട്ടീഷ് പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ഒരു വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു മോട്ടീവാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ ഓഫ് പുലിയുടെ ഒരു ഇൻഡിക്കേഷൻ പുലിമടയുടെ ആണോ. അതുപോലെ തന്നെ ചിലപ്പം നമുക്ക്
ഗെയിംസും ഇതിപ്പോ താഴെ കാണുന്ന ഒരു ചെസ് ബോർഡും മേലെ കാണുന്ന പല്ലാങ്കുഴി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ ചിത്രകളിൽ കാണുന്ന ഒരു മോട്ടീവാണ്. ഇതുപോലെ ചിത്രങ്ങളും ഇങ്ങനത്തെ ഗെയിംസ്മെനും ഉള്ള രീതിയിൽ റോക്ക് ആർട്ടിനകത്ത് എൻഗ്രേവിങ്സ് ആയിട്ടോ ഗ്രൂവിങ്സ് ആയിട്ടോ കാണാം. അപ്പൊ ഡേറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ പെട്രോഗ്ലിഫ്സ് ആദ്യത്തെ അറ്റംപ്റ്റില് ഇവരൊക്കെ ഇത് വളരെ ഏർലി തൊട്ട് ലേറ്റർ പീരീഡുകളിലെയും ഉള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ മറയൂർ അപ്പർ പാലിയോലിത്തിക്, മീസോലിത്തിക്, ഡൗൺ ടു ഏർലി ഹിസ്റ്റോറിക് എന്നാണ് അന്ന് ആദ്യകാലത്തിൽ ഇത് പഠിച്ച ഡോക്ടർ തമ്പിയൊക്കെ പറയുണ്ടായിരുന്നത്. മത്പാൽ അദ്ദേഹത്തിന്റെ പഠനത്തിനും അദ്ദേഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ 4000 years ബിഫോർ ഉള്ള രീതിയിലുള്ള ഒരു കാലഘട്ടവും, രണ്ടാമത്തെ കാലഘട്ടം നിയോലിത്തിക് ഫേസിന്റെ പീരീഡും, മൂന്നാമത്തെ കാലഘട്ടം 3ഉം 4ഉം 5ഉം അദ്ദേഹം മെഗാലിത്തിക് ഫേസിലും, അത് കഴിഞ്ഞിട്ടുള്ളത് ഉള്ളത് മെഗാലിത്തിക് ഫേസ് വരെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു 2000 years BP തൊട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അവരൊക്കെ ഈ പഠനത്തിൽ കൊണ്ടുവന്നത്. ഡോക്ടർ തമ്പി ആയാലും ഡോക്ടർ മത്പാൽ ആയാലും വടക്കേ ഇന്ത്യയിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു മോഡലാണ് ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഇടയ്ക്കൽ നമ്മൾ വേറെ ആന്റിക്വിറ്റീസ് അതിന്റെ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മെഗാലിത്തിക്കൽ മോണുമെന്റ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിന് വേറെ എവിഡൻസ് ഒന്നും അധികം കാണുന്നില്ല. അവിടെയുള്ള ഞാൻ പറഞ്ഞു ശിലാ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണുന്ന 2nd century AD തൊട്ടാണ്. ഈ 2nd century AD തൊള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് അവിടെ കാണുന്നത്. ഇത് ആ എൻഗ്രേവിങ്സ് ഉള്ള സ്ഥലത്ത് നിന്ന് ദൂരെയാണ് ഈ എവിഡൻസസ്, ഈ ഇൻസ്ക്രിപ്ഷൻസിന്റെ എവിഡൻസസ് നമുക്ക് കാണുന്നത്. ഏർലിയസ്റ്റ് എവിഡൻസസ് ഒരു ചേര പ്രിൻസിന്റെ ഒരു പേരാണ് അവിടെ പറയുന്നത് എന്ന രീതിയിലാണ് അതിന്റെ ഡിസൈഫർമെന്റ്. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് 2nd century 3rd century AD എങ്കിൽ അവിടെ വേറെ ഒരു ഇൻസ്ക്രിപ്ഷൻ 6ാം നൂറ്റാണ്ടിന്റെ അടുത്ത് വരുന്നത് കദംബ ഒരു രാജാവിന്റെയാണ്, വിഷ്ണുവർദ്ധൻ എന്നുള്ള ഒരു കദംബ രാജാവിന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ വിഷ്ണുവർദ്ധന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഏതാണ്ട് 300 വർഷം 200 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ 2nd century AD തൊട്ട് ഒരു 6th century AD വരെ ഈ സൈറ്റിനെ കുറിച്ചുള്ള അവബോധം ആൾക്കാർക്കും ഈവൻ ഇൻക്ലൂഡിങ് അവിടുത്തെ രാജ്യഭരണക്കാർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ ചേര പ്രിൻസിന്റെ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നു, പിന്നെ ഈ കദംബ പ്രിൻസിന്റെ ഇൻസ്ക്രിപ്ഷനും അവിടെ കിട്ടുന്നു. അപ്പൊ ത്രൂ ഔട്ട് ഫ്രം 2nd century to 6th century AD at least this site was known to people for people to have gone there and inscribed these inscriptions. അപ്പം 6th century വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറയൂരിൽ നിന്ന് കിട്ടുന്ന പല ഡോൾമെന്റ്സും കല്ല് വെട്ടിയിട്ട് എന്താ പറയുക അതിന് വാൾ ഉണ്ടാക്കിയ രീതിയിൽ അവർ പ്രൊട്ടക്റ്റീവ് വാൾ ഉണ്ടാക്കിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ കല്ല് വെട്ടിയിട്ട്, അതായത് പാറക്കല്ല് വെട്ടിയിട്ട് ആഷ്ലർ മേസണറി തുടങ്ങുന്നത് പല്ലവ പീരീഡിൽ മാത്രമാണ്. അപ്പൊ അതിൽ നിന്നും നമുക്കൊരു സൂചന കിട്ടുന്നത് ഈ മറയൂർ പുറത്തെ ഇടത്ത് കാണുന്ന പല ഡോൾമെന്റ്സും വളരെ ലേറ്റ് ആയിട്ടുള്ള ഡോൾമെന്റ്സ് ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഈ വാൾസ്, ദാറ്റ് ഇസ് ഡ്രസ്ഡ് സ്റ്റോൺ മേസണറി വർക്കിൽ നിന്ന് കിട്ടുന്ന വാൾസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസും തമിഴ് ഇൻസ്ക്രിപ്ഷൻസും അവിടുത്തെ പെയിന്റിങ്സിൽ കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിത്രങ്ങളിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് പേരുകൾ എഴുതിയതായിട്ട് കാണുന്നുണ്ട്. ഈ താഴത്തെ പേര് ഇവിടെ മേലെ കാണുന്ന ഈ ചിത്രത്തിന്റെ ഒരു ഡിജിറ്റലി എൻഹാൻസ് ചെയ്ത ഒരു പിക്ചറാണ് ഇതിന്റെ താഴെ കാണുന്നത്. ഇതിൽ പേരുകൾ എഴുതിയിരിക്കുന്ന കല, ഭരത്, ഭയൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് പേരുകളിലാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ഈ റോക്ക് ആർട്ടിൽ ചെയ്തിരിക്കുന്ന പെയിന്റിങ്സ് ആണ്. ഇത് എഴുത്തുപാറ എന്ന് പറഞ്ഞ പത്തിപ്പാറ എന്ന് പറഞ്ഞ മറയൂരിലെ ഷെൽട്ടറിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചിരുന്ന പോലെ ഈ ചിത്രങ്ങളൊന്നും വളരെ ഏർലി അല്ല. ഏർലിയസ്റ്റ് ഗുഹാ ചിത്രങ്ങള് മറയൂർ റേഞ്ചിൽ കാണുന്നത് ഉള്ളി
വിൽ ഗോ ടു മെഗാലിത്തിക് പീരീഡ്. ആ മെഗാലിത്തിക് പീരീഡിലോട്ട് നമുക്ക് ഡേറ്റ് ചെയ്യുന്നതിൽ അവിടെ ഇഷ്ടംപോലെ മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ഡ്രസ്ഡ് സ്റ്റോൺ മേസണറി വർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്രസ്ഡ് സ്റ്റോൺ മേസണറി വർക്ക് പല്ലവ പീരീഡിലേ വരുന്നുള്ളൂ, സദേൺ ഇന്ത്യയിൽ നിലവിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മോണ്യുമെന്റ്സും മെഗാലിത്തിക് പീരീഡിലെ മോണ്യുമെന്റ്സും വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആണെന്ന് നമുക്ക് നിരൂപിക്കാവുന്നതാണ്. അവിടെ നിഖിൽ ദാസ് അദ്ദേഹത്തിന്റെ PhD വർക്കിന് അവിടെ റോക്ക് ഷെൽട്ടറിൽ എക്സ്കവേഷൻ ചെയ്തു. പക്ഷെ ഒരു എവിഡൻസസും ഏർലി ആയിട്ടുള്ള എവിഡൻസസ് കിട്ടിയിട്ടില്ല. മെഡീവൽ ആയിട്ടുള്ള എവിഡൻസസ് മാത്രമേ ഉള്ളൂ. പോട്ടറിയുടെയും അതേയും ഒക്കെ കിട്ടുകയുണ്ടായുള്ളൂ. പാലിയോലിത്തിക് എവിഡൻസസ് ഒന്നും അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം കേരളത്തിലെ എസ്പെഷ്യലി മറയൂർ റീജിയൻസിലെ റോക്ക് പെയിന്റിങ്സ് വളരെ ഡേറ്റ് ആയിട്ടുള്ള പീരീഡിലേ ഉള്ളൂ. അപ്പം ഇടയ്ക്കല് നമ്മൾ ശ്രദ്ധിച്ചു, ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് അവിടെ ഉള്ളത് 2nd century AD അത് പോകുന്നത്. അപ്പൊ 2nd century AD ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആദ്യം ചെയ്തിരിക്കുന്ന എൻഗ്രേവിംഗിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ എൻഗ്രേവിംഗിന്റെ സ്ഥലത്ത് നിന്ന് അത് മാറ്റി ചെയ്തിരിക്കാനുള്ള ഒരു കാരണം, അത് നേരത്തെ തന്നെ ഈ 2nd century AD ഇൻസ്ക്രിപ്ഷൻസ് രേഖപ്പെടുത്തിയ സമയത്ത് ആ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അത് അവിടുന്ന് മാറ്റി ആ ഇൻസ്ക്രിപ്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2nd century മുമ്പ് അവിടെ കുറച്ച് ചിത്രങ്ങൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ലെഫ്റ്റ് വാളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ 2nd century AD എത്ര കാലഘട്ടം പഴമയുള്ളതായിരിക്കാം ഈ നമ്മൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു 1000 വർഷം പഴമയുള്ളതായിട്ട് നമ്മൾ അത് 1000 വർഷം ഇല്ലതാ, എന്നാൽ പോലും ഒരു 1000 വർഷം പഴമയുള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ പോലും അതിന്റെ എവിഡൻസസ് നമുക്ക് ഒരു 1000 BC, ഒരു 1000 BC മേലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. 1000-ഓ 1200 BC-യുടെ മേലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇത് നേരത്തെ കാലത്ത് കൊണ്ടത്തെ മീസോലിത്തിക്കും നിയോലിത്തിക്കും എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനിൽ റോക്ക് ആർട്ട് ഉണ്ട് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടത്തില് കേരളത്തിലെ മെഗാലിത്തിന് തന്നെ 1200 വർഷം പഴക്കമുള്ളതായിട്ട് മാങ്ങാടിന്റെ ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1200 വർഷം എങ്ങനെ പോയാലും ഈ ഏർലിയസ്റ്റ് നമുക്ക് ഇടയ്ക്കൽ കാണുന്ന പെട്രോഗ്ലിഫ്സ് ആണ്. പക്ഷെ അത് എങ്ങനെ പോയാലും 1200 വർഷം BC വരെ നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ദർ ഇസ് നോ എവിഡൻസ് ഇൻ ദാറ്റ് മാറ്റർ. അപ്പം ഏറ്റവും ഏർലിയസ്റ്റ് കാണുന്ന മെറ്റീരിയൽ അവിടെ മെഗാലിറ്റ്സ് ആണ്. ഇന്നത്തെ മെഗാലിറ്റ്സ് 1200 വർഷം BC വരെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ കേരളത്തിലെ ഇടയ്ക്കലുള്ള ഗുഹാചിത്രങ്ങളിലും മെഗാലിത്തിക് പീരീഡിൽ മാത്രമേ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മീസോലിത്തിക്കോ നിയോലിത്തിക്കോ ചാൽക്കോലിത്തിക്കോ നമുക്ക് ചെയ്യാൻ സാധ്യതയില്ല. സോ ഇതാണ്. അപ്പോൾ ഈ 1000 മെഗാലിത്തിക് പീരീഡ് തൊട്ട് ഹിസ്റ്റോറിക്കലും മെഡീവലും മോഡേൺ പീരീഡ് വരെ ഈ രേഖാചിത്രങ്ങൾ ഉണ്ടായിരുന്നതിന്റെ എവിഡൻസസ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ മോഡേൺ പീരീഡിലെ റോക്ക് ആർട്ടിന്റെ ഒരു സൂചനയാണ് അവിടുന്ന് നൽകുന്നത്. അപ്പം കേരളത്തിലെ റോക്ക് ആർട്ട് മെഗാലിത്തിക് പീരീഡ് തൊട്ട് മോഡേൺ ടൈംസ് വരെ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. താങ്ക് യു എവരിവൺ. Stay safe. കാർത്തികേയൻ സാർ. കാർത്തികേയൻ സാർ. ശ്രോതാക്കൾക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സാർ, ഒരു ചോദ്യമുണ്ട്. അജിത് സാർ, ചോദ്യങ്ങൾ വരുന്നുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പ്രിയ അധിരഥൻ ചോദിച്ചിരിക്കുന്നത്, കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ എല്ലാം തന്നെ കാലാവസ്ഥയുടെ മറ്റുള്ള എന്തെങ്കിലും അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയാ വ്യക്തമായിട്ട്
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക? സ്റ്റോൺസ് തന്നെ പല അവസ്ഥയിലും രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ വ്യക്തമായിട്ട് ആ ഒബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വരില്ലേ എന്നതാണ് ചോദ്യം. ഇപ്പം ഗുഹാചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ചിത്രങ്ങൾ എവിടെയാണോ ഓപ്പൺ റോക്ക് സർഫസിൽ ഉണ്ടാവുന്നത് അതിന് എറോഷൻ സംഭവിക്കാം, ചിലപ്പം അത് ഡിസ്ഫിഗർഡ് ആവാം, അങ്ങനെയുള്ള ഇതുണ്ട്. ഇപ്പം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ചില മോട്ടീവ്സ് ഒന്നും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ബിക്കോസ് അത് വളരെ ഡീപ്പായിട്ട് കാർവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻഗ്രേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ഇറോഷനും ഡിറ്റോറേഷനും കാരണം ചില ചിത്രങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വേറെവേർ ഇങ്ങനത്തെ ഗുഹാചിത്രങ്ങൾ ഷെൽട്ടർ പോലത്തെ സ്ഥലത്തിനകത്താണോ എങ്കിൽ അത് പിന്നെയും കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിൽ അത് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ചിലപ്പോൾ അത് ഇറോഷനും പ്ലാന്റിന്റെ ഫംഗസ് പോലത്തെ സംഭവം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഗ്രോത്തും ഇറോഷനും ഒക്കെ അതിനും സംഭവിക്കാവുന്നതാണ്. മേലേന്ന് മണ്ണിന്റെ സീപ്പേജ് കാരണം അതിന്റെ മേലെ വന്ന് മണ്ണ് വീണ് അത് അതിന്റെ ഡെപ്ത് കുറയാവുന്നതാണ്. അപ്പൊ എന്നിരുന്നാലും വളരെ ഡീപ്പായിട്ട് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന റോക്ക് ആർട്ട് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റും. ചിലപ്പം നമ്മൾ ഈ മണ്ണിന്റെ വന്ന് എൻക്രസ്റ്റേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പുതിയതും കണ്ടെത്താവുന്നതാണ്. ഇതുപോലെ തന്നെ ഇടയ്ക്കിൽ തന്നെ എല്ലാ ഇൻസ്ക്രിപ്ഷൻസും ഒരേ സമയത്ത് കണ്ടെത്തിയതല്ല. ചിലതൊക്കെ പിൽക്കാലത്ത് മണ്ണ് മാറ്റിയപ്പോഴും ചിലപ്പം അവിടുന്ന് മണ്ണ് എടുത്തു കളഞ്ഞപ്പോഴും ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടും ഒക്കെയുള്ള രീതിയിലും ഇൻസ്ക്രിപ്ഷൻസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആർ ഡെഫിനറ്റ്ലി യുനോ ഫാക്ടേഴ്സ് ഫോർ ഡിറ്റോറേഷൻ. നേരത്തെ പറഞ്ഞു ആട്ടളയിൽ ഒരു ആടിന്റെ ചിത്രം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ അത് അവിടെ കാണുന്നില്ല. ബിക്കോസ് ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ള സർഫസിൽ ചെയ്തുകൊണ്ട് ആ ചിത്രം വളരെ എന്താ പറയുക അതിനെ യൂസ് ചെയ്തിരിക്കുന്ന അഡ്ഹസീവിലും പിന്നെ ഈ ഫംഗസും മോസും ലിച്ചിനും ഒക്കെ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് അടന്നു പോയിട്ടുണ്ടാവും. പല സാധനവും അങ്ങനെ അടന്നു പോകുന്ന രീതിയിലാണ് ഇപ്പോഴും. ഇപ്പം ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് രേഖപ്പെടുത്തിയ ചിത്രമൊന്നും ചിലപ്പോൾ അവിടെ കണ്ടില്ലെന്ന് വരും. എസ്പെഷ്യലി സീലിംഗിലൊക്കെ ഈ ഒരു ഫംഗസും മോസം ലിച്ചിനും ഒക്കെ കാരണം ചിലപ്പം കണ്ടില്ലെന്നൊക്കെ വരും. താങ്ക് യു സർ. കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നില്ല സർ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പോ KCHR-ന് വേണ്ടി കേരളത്തിലെ ഗുഹാചിത്രങ്ങൾ എന്ന വിഷയത്തിൽ ഓൺലൈൻ പ്രഭാഷണം നടത്തിയതിന് പ്രൊഫസർ അജിത് കുമാറിന് KCHR-ന്റെ പേര് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കേരള സമൂഹത്തിന്റെ പരിണാമം എന്ന പ്രഭാഷണ പരമ്പരയുടെ അടുത്ത എപ്പിസോഡ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നവംബർ 16-ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. മലയാള ഭാഷയുടെ ഉൽപ്പത്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നത് നിലവിൽ ഭാഷാ ന്യൂനപക്ഷ വിഭാഗം സ്പെഷ്യൽ ഓഫീസറും കോളേജ് വിദ്യാഭ്യാസ മുൻ അഡീഷണൽ ഡയറക്ടറുമായ പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ ആയിരിക്കും. ഏവർക്കും സ്വാഗതം. താങ്ക് യു. Thank you so much.